ഞാൻ ജനിച്ചതൊരു കുടുംബത്തിലാണ്, എഴുത്തുകാരുടെ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ ഒരു എഴുത്തുകാരനായിരുന്നു, എൻ മോഹനൻ എന്ന് പറഞ്ഞ കഥാകൃത്തായിരുന്നു. അച്ഛൻ്റെ അമ്മ എഴുത്തുകാരിയായിരുന്നു, ലളിതാംബിക അന്തർജനം. അപ്പോൾ വീട്ടിൽ അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അമ്മയും പഠിച്ച ആളാണ്. അമ്മയും ജോലി ചെയ്യുന്നു. അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ ജോലി ചെയ്തേ നമ്മൾ ഉപജീവനം കഴിക്കൂ എന്നുള്ളത് ആദ്യമേ ചെറിയ കുട്ടിക്കാലം മുതലേ ധാരണ ഉണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയും നമ്മൾ വലിയ പൈസക്കാരൊന്നുമല്ല. നമ്മൾ ഉള്ള ഇത് വെച്ച് രണ്ടുപേരും ജോലി ചെയ്തിട്ടാണ് ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പലവിധ പ്രാരബ്ധങ്ങളുള്ള ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പം അതേപോലെ എന്തായാലും ജോലി ചെയ്തിട്ടല്ലാതെ കഴിയില്ല എന്നുള്ളത് ആദ്യമേ വളരെ കുട്ടിക്കാലത്തെ ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ക്രമേണ അങ്ങനെ കൃത്യമായിട്ട് ആലോചിച്ചിട്ടില്ലെങ്കിലും എഴുത്തല്ലാതെ ഒരു ജോലി ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിൽ ആലോചിച്ചില്ല. ചിലരൊക്കെ പറയും കുട്ടിക്കാലത്ത്, ചിലർ നമ്മൾ നല്ല അധ്യാപകരെ കാണുമ്പോൾ നമുക്ക് അധ്യാപകരാവണമെന്ന് മിക്കവാറും പേർക്കും ഫാൻസി ഉണ്ടാവും. എനിക്കത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നമ്മൾ എല്ലാവരും വലുതാവുക, അത് കഴിഞ്ഞാൽ അവർ എഴുതി തുടങ്ങുക, അങ്ങനെയുള്ള ഒരു ധാരണയായിരുന്നു. അപ്പോൾ അക്കാലത്ത് ഇപ്പം ഈ പത്രങ്ങൾ കാണുന്നുണ്ട്. അച്ഛൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലാണ് ജോലി ചെയ്തത്. അപ്പം അത് കാരണം എനിക്ക് ധാരാളം ഈ പത്രങ്ങൾ, എല്ലാ വിധത്തിലുള്ള പത്രങ്ങളും വീട്ടിൽ വരും. മാത്രമല്ല അന്ന് തിരുവനന്തപുരത്താണ് വളർന്നത്. തൃപ്പൂണിത്തുറ അമ്മയുടെ വീട്ടിലാണ് ജനിച്ചത്. പക്ഷെ തിരുവനന്തപുരത്താണ് വളർന്നത്, മുഴുവൻ പഠിച്ചതും ഏറിയ കൂറും പഠിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ധാരണ ഈ പുസ്തകങ്ങൾ, ഈ പത്രങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഒരു എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ് എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അന്ന് തിരുവനന്തപുരത്ത് ആ സമയത്ത് കേരളകൗമുദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടുത്തെ എഡിഷൻ. അപ്പോൾ കേരളകൗമുദിയാണ് കുട്ടിക്കാലം മുതലേ നമ്മൾ ആദ്യം തൊട്ടേ കാണുന്നതും അതിലെ പ്രധാനപ്പെട്ട പല ലേഖകന്മാരും. അച്ഛൻ പ്രത്യേകിച്ച് PRD ആയിരുന്നതുകൊണ്ട് ഒരു സമ്പർക്കം ഉണ്ടാവുകയും വിജയരാഘവൻ സാറ് അങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ടൊക്കെ നിരന്തരം അപ്പം ഒരു സ്കൂപ്പ് വരിക, അതൊക്കെ നമ്മൾ അതുമായിട്ടൊക്കെ വളരെ ഫെമിലിയർ ആയിരുന്നു. അതിനകത്തെ സാഹസികത അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനോട് ഒപ്പം അത് സമാന്തരമായിട്ട്, പക്ഷെ ഞാൻ കൃത്യമായിട്ട് പത്രപ്രവർത്തകയാവുന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. കാരണം മുമ്പിൽ സ്ത്രീയായിട്ടുള്ള ഒരു പത്രപ്രവർത്തകയില്ല. അപ്പം ഞാൻ എഴുത്തുകാരിയാവുക എന്നുള്ളത് തന്നെ തീരുമാനിച്ചിരുന്നുള്ളൂ. അത് എന്ത് എഴുത്തുക എന്നുള്ളതൊന്നും ആലോചിച്ചിരുന്നില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്. നമ്മൾ പ്രത്യേകിച്ച് സ്കൂളിൽ ഞാൻ പഠിച്ച കാർമൽ കോൺവെന്റിൽ പഠിച്ചു. അപ്പൊ അവിടെ ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ കാർമൽ കോൺവെന്റ് ആയിരുന്നില്ല, അന്ന് തുടങ്ങുന്ന ഒരു കാർമൽ കോൺവെന്റ്. 2-3 കന്യാസ്ത്രീകൾ വന്ന അവരുടെ ഒരു സാഹസികതയിൽ തുടങ്ങുന്ന അതിന്റെ ആദ്യത്തെ രണ്ടാമത്തെ ബാച്ചൊക്കെയാണ്. അപ്പൊ എന്നെ ഏറ്റവും സ്വാധീനിച്ച കാര്യം ആ കാലത്ത് ഞാൻ 4 ഒറ്റ പഠിക്കുമ്പോഴാണ് ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ അപ്പൊ അഭയാർത്ഥികൾ വരിക, അതൊക്കെ. അപ്പൊ ആ സമയത്ത് സ്റ്റാമ്പ് വിൽക്കുക, ഈ നമ്മൾ അഭയാർത്ഥികളെ ഇത് ചെയ്യാനായിട്ടുള്ള സ്റ്റാമ്പ് വിൽക്കുക എന്നുള്ള സാധനം, നമുക്ക് ഷീറ്റുകൾ അടിച്ചു നമ്മൾ റോഡിൽ നിന്ന് സ്റ്റാമ്പ് വിൽക്കുകയൊക്കെ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാമ്പുകൾ ഈ അഭയാർത്ഥികളെ രക്ഷിക്കാനായിട്ട്, അവരെ സംരക്ഷിക്കാനായിട്ടുള്ളത് അതിന് കാരണമായിട്ട് എന്നെ അസംബ്ലി വെച്ച് കൈയടിച്ച് അനുവദിച്ചു. അതാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുമോദനം. അത് ചെയ്യാൻ കാരണം അതും പുസ്തകങ്ങളാണ്. കാരണം നമ്മൾ നമ്മുടെ വായനാ ലോകം, മാതൃഭൂമിയിൽ ആ സമയത്ത് ബാലമംഗിയിലെ ഗഫൂറിന്റെ ഒരു കാർട്ടൂൺ പരമ്പര വരുന്നുണ്ടായിരുന്നു, അജ്ഞാത സഹായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നീട് ഈ സ്കാർലറ്റ് പിംപാണൽ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊരു നോവലുണ്ട്, ബാരണസ് ഓഴ്സി എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ പിന്നീട് പഠിച്ചു. അത് ഇംഗ്ലണ്ടും ഫ്രാൻസിനും ഇടയിൽ നിന്ന് ഒരു ഇംഗ്ലീഷുകാരൻ ഫ്രഞ്ച് റെവല്യൂഷൻ കാലത്ത് അവിടെയുള്ള ആളുകളെ രക്ഷിക്കുന്ന വളരെ ഒളിവിൽ നിന്ന്, പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അയാൾ ഒരിക്കലും രംഗത്ത് വരുന്നില്ല. അയാളുടെ
അയാളുടെ ഒരു നിക് നെയിമാണ് സ്കാർലറ്റ് പിമ്പാണൽ എന്ന് പറഞ്ഞൊരു പുഷ്പത്തിന്റെ പേരാണ്. അപ്പൊ അതിന് സമാനമായ ഒരു കഥ ഇൻഡോ ബംഗ്ലാദേശ് വാറിന്റെ സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന ഒരാളുടെ കഥയാണ്. ഇപ്പൊ നമുക്ക് ആ കഥ ആ രാഷ്ട്രീയമായിട്ട് നമ്മളെ വളരെയധികം ഒരു സ്വാധീനിച്ച, നമുക്ക് ഇത്തരം ഒരു വൈഡ് രാഷ്ട്രീയത്തിൽ നമുക്കൊരു താല്പര്യം ജനിക്കാൻ കാരണം അതാണ്. അപ്പൊ അതാണ് നമ്മുടെ ആക്ടിവിറ്റീസിനെ കൂടുതൽ സ്വാധീനിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ നമ്മുടെ ഈ ചിൽഡ്രൻസ് ഡേക്ക് ഇങ്ങനെ പ്രസംഗ മത്സരം അതിൽ ഇവിടുത്തെ കുട്ടികളുടെ സ്പീക്കറായിരുന്നു. അപ്പൊ ആ സമയത്തുമൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ ഓരോ കാര്യത്തിലും അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ആ തരം കോഴ്സുകളിലേക്ക് നമ്മൾ കൂടുതൽ മുമ്പോട്ട് വരികയാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു പശ്ചാത്തലമുണ്ട്, കുടുംബ പശ്ചാത്തലം. ഞങ്ങള് വെക്കേഷൻ സമയത്ത് നാട്ടില് രാമപുരത്ത് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ പോയ മുത്തശ്ശിയുടെ മക്കള് 6-7 മക്കളായിട്ട് 19 പേര് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്, കസിൻസ്, ഒരു ജോയിന്റ് ഫാമിലി വെക്കേഷൻ സമയത്ത്. അപ്പൊ പല പ്രായക്കാരാണ്. ഞാൻ അതിൻ്റെ ഒരു വരും പല പ്രായക്കാരുടെ ഇടയിൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, സാജൻ ദൂരദർശനിലെ സാജൻ എൻ്റെ ഒരു കസിനാണ്. സനന്ദകുമാർ എന്ന് പറഞ്ഞിട്ട് എക്കണോമിക് ടൈംസിൽ ഉണ്ടായിരുന്നു, മരിച്ചുപോയി അദ്ദേഹം. സനന്ദകുമാർ, ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നെക്കാൾ 1-2 വയസ്സ് മീതെ. ഞങ്ങൾ 4 പേര് ചേർന്ന് ഒരു പത്രം നടത്തി അവിടെ. ഒരു വെക്കേഷൻ സമയത്ത് ഒരു മാസിക ഡെയിലി ആയിരുന്നു പത്രം എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ പേര് വാസുകി ആയിരുന്നു. എൻ്റെ പേര് വാസുകി. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു, അതിലെ മൂത്ത ആള് പ്രദീപ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം പത്രമായിട്ട് ബന്ധമൊന്നുമില്ല, അദ്ദേഹം നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ മാസ്റ്റേഡൊക്കെ ഇങ്ങനെ വാസുകി എന്ന് പറഞ്ഞൊരു പാമ്പിന്റെ ആകൃതിയിൽ ഇങ്ങനെ ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് ഒരു പത്രത്തിന്റെ ലേഔട്ടൊക്കെ ആയിരുന്നു. അപ്പൊ അതിലേക്ക് ഓടി നടന്ന് അവിടെയുള്ള ലൊക്കാലിറ്റിയിലെ വാർത്തകൾ എന്ന് പറഞ്ഞാൽ കല്യാണം ചരമൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ അവിടെ വലിയ തോടും തനി ഗ്രാമമാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ, അതായത് ആ ഗ്രാമത്തിലെ ഞാൻ ചെയ്ത ആദ്യത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഞങ്ങളുടെ വീടിങ്ങനെ ഒരു അർദ്ധചന്ദ്രാകൃതിയിലാണ്. അതിന്റെ മുമ്പിൽ കൂടി അതിനെ ഒരു തഴുകിക്കൊണ്ടൊരു തോടിങ്ങനെ ഒഴുകുന്നുണ്ട്. ഞങ്ങൾ അക്കാലത്തൊക്കെ കുളിക്കാനൊക്കെ യൂസ് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്ന തോടിന്റെ അവിടെ ഒരാള് ഞാനപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ചെയ്തു. ഒരാൾ വന്ന് സ്ഥിരം അതിനിടയിൽ വന്ന് എന്തോ ഇങ്ങനെ കലക്കുന്നത്. ഞാൻ അപ്പൊ അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു അതിങ്ങനെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം, നഞ്ച് കലക്ക്, മീൻ പിടിക്കാനായിട്ട് നഞ്ച് കലക്കുകയാണെന്ന്. അപ്പൊ അത് കേട്ടപ്പോ അയ്യോ, അപ്പൊ ആളുകൾ കാലികളൊക്കെ വെള്ളം കുടിക്കാൻ ഒക്കെ ചത്തുപോയില്ലെന്നോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഏറ്റവും വലിയ അതായത് ഇപ്പൊ ജനങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇന്ന വശത്തുള്ള കടവിന്റെ അവിടെ ഒരാള് അയാളുടെ വർണ്ണനയും ഒക്കെ കൊടുത്തു. കുറെ നാൾ സഞ്ജനൻ പറഞ്ഞു നടന്നു. അയാളുടെ വർണ്ണ ഡിസ്ക്രിപ്ഷനും മറുകും ഇതുമൊക്കെ പറഞ്ഞു എഴുതിയിരിക്കുന്നു. ഇന്നയാൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ നാൾ പേടിച്ച് പമ്മിയിരുന്നു. പക്ഷെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ കാലത്തെ ഒരു ഇപ്പൊ നമ്മളറിയാതെ. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതില് ഈ പ്രദീപ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിച്ച് ബാക്കി 3 പേരും ജേർണലിസത്തിലേക്ക് പോയി. അന്ന് ഞാൻ 8 വയസ്സ്, മറ്റൊരു 10 വയസ്സ്, 11 വയസ്സ്, 15 വയസ്സ്. ഞാനായിരുന്നു അതിൽ ജൂനിയർ മോസ്റ്റ് റിപ്പോർട്ടർ. അങ്ങനെ ദിവസം എവറി ഡേ കൈവച്ച് പലതരം മഷികളിൽ വരച്ച് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വിതരണം ചെയ്യും പ്രദേശത്ത്. അത് നമ്മൾ പത്രപ്രവർത്തനം നമുക്ക് അറിയ പോലുമില്ല. നമ്മൾ ചെയ്യുന്ന നമ്മൾ സ്വയം. മുത്തശ്ശി കാരണം അത് നിന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി അതിൽ പോക്കറ്റ് കാർട്ടൂണൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമ്മളിരുന്ന് ആലോചിക്കും. അത് ഈ സാജൻ ചേട്ടൻ ചെയ്ത പണിയാണ്. ഒരു തവണ വലിയ തമാശയൊന്നുമില്ല, പക്ഷെ പോക്കറ്റ് കാർട്ടൂണിനകത്ത് പിന്നെ ഒരു മുത്തശ്ശിയുടെ പടം വരച്ചിട്ട് അതിനടിയിൽ പിന്നെ സാജ നീ എന്താണ് നോക്കുന്നത്? അപ്പൊ കട്ടിലിനടിയിൽ എന്താ തരുന്നത്? അമ്മ എന്ന് പറഞ്ഞു. അമ്മ കട്ടിലിനടിയിലാണ് ഇരിക്കുക. അല്ല, മാക്സിം ഗോർക്കിയുടെ അമ്മ. ഇതാണ് തമാശ. ഇങ്ങനത്തെ ഒക്കെ തമാശകളാണ്. ഒരു ദിവസം ഒന്ന് മുത്തശ്ശി വീണു എന്നെന്തോ പറഞ്ഞ എവിടെയോ ഇത് ചെയ്തു. അപ്പം അതെന്തോ കളിയാക്കി എന്തോ ഒരു സാധനം ചെയ്തു. അപ്പൊ ഈ സാധനം വന്നിരുന്നത് മുത്തശ്ശന്റെ അനിയന്റെ അവിടെയാണ് ഇതിന്റെ മാനുഫാക്ചറിങ് പ്ലേസ്. നമ്മള്
അടുത്ത വീടിൻ്റെ അവിടെ. അപ്പൊ മുത്തശ്ശൻ്റെ അനിയൻ അത് കണ്ടപ്പോൾ പറഞ്ഞത് വലിയ ആളുകളെ, മുതിർന്ന ആളുകളെ പറ്റി യാതൊരു ഇതും ഇല്ലാതെ കളിയാക്കുന്ന സംഗതികളാണെന്ന് പറഞ്ഞ് അപ്പം നിർത്തിച്ചു. ഇനി ഈ കളി വേണ്ട. ആളുകളെ കളിയാക്കുന്ന, കാരണം ഒരു അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ ഭാര്യയെ കളിയാക്കിക്കൊണ്ടുള്ളൊരു സാധനം വരുന്നു. അങ്ങനെ വഴക്ക് വേണ്ട, ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിച്ചു. മുത്തശ്ശിയൊക്കെ നമ്മൾ ദിവസവും വൈകുന്നേരം ഒരു ബെഞ്ചിന്റെ മുകളിൽ, ഒരു കട്ടിലിന്റെ മുകളിൽ നിന്ന് നമ്മുടെ നാടക പ്രവർത്തനങ്ങൾ, പല ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. ഞാൻ അധികം അതിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. മിക്കവാറും ബാക്കി അഭിനയമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന നാടകത്തിലൊക്കെ ഇത്തിരി ഹിംസ കൂടുതലാണെന്ന് പറഞ്ഞു. എല്ലാത്തിലും ആളുകളെ കുത്തിക്കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ. പിന്നെ സ്ഥിരം സ്റ്റോക്ക് ക്യാരക്ടേഴ്സാണ്. ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയൊക്കെയാണ് നമ്മുടെ പ്രമേയം. അതിൽ ഒരു നല്ല ഹാജിയാർ വന്നിങ്ങനെ ഒറ്റയാളെ ഇത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ രക്ഷിച്ച് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന ആളുകളെ ഒരു മുസ്ലിം കഥാപാത്രം വന്നത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ അവസാനം. അത്തരം, പക്ഷെ ഈ കുത്തിക്കൊലയൊക്കെ പ്രധാനമാണ്. അത് സ്റ്റേജിൽ ഹിംസ പാടില്ല എന്നൊരു നാടക നിയമമുണ്ട് എന്നൊക്കെ, അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ്. നമുക്കറിയില്ല, നമ്മൾ വളരെ ഫ്രീ ആയിട്ട് തോന്നുന്നതൊക്കെ എഴുതുക, അങ്ങനെയായിരുന്നു. അത് ആണ് ഒരു കാലം. അല്ലെങ്കിൽ സ്കൂൾ കാലം എന്ന് പറയാൻ പോലും 8ാം ക്ലാസ്, 8 വയസ്സ്, 8, 9 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സൊക്കെ. അത് കഴിഞ്ഞ് സ്കൂളിൽ വന്നപ്പോൾ ഞാൻ 8, 9, 10 ഹോളി ഏഞ്ചൽസിലായിരുന്നു. അതിനിടയിലുള്ള കാലത്ത് അടിയന്തരാവസ്ഥ വളരെ രാഷ്ട്രീയമായിട്ട് ഞാൻ പറഞ്ഞ ബംഗ്ലാദേശ് വാർ, അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥക്കാലം വന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ മറ്റെവിടെ ഈ വാസുകി നടത്തിയ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ ഇവിടെ മലയാളത്തിന് ഞാൻ ഹോളി ഏഞ്ചൽസിൽ ചെന്നപ്പോൾ മലയാളം ഭാഷയ്ക്ക് വലിയ ഒരു കരുത്തുള്ള 2 മീഡിയം, മലയാളം മീഡിയം 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷിനാണ് അവിടെ പ്രോമിനൻസ്. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഒരു ബൈലിംഗ്വൽ ക്ലാസ് മാഗസിൻ കയ്യെഴുത്ത് മാസിക തുടങ്ങി. ഈ മാസിക ആണെങ്കിലും പുസ്തക ഫോർമാറ്റിലല്ല, ഈ ബുള്ളറ്റിൻ ഫോർമാറ്റിലാണ്. അപ്പൊ ഈ ചുമരിലായിരുന്നു പണ്ടൊക്കെ സ്കൂളുകളിൽ ഇന്നത്തെ കോട്ട് ഓഫ് ദി ഡേ ഒക്കെ പോലെ ഇന്നത്തെ അങ്ങനെ ഓരോന്ന് എഴുതിയിടുമല്ലോ. അങ്ങനെ എഴുതാൻ നമ്മളെ വിളിച്ചു. അങ്ങനെ അത് പിന്നെയാണ് ആ എഴുതുന്ന സാധനത്തിന് പകരം ഇങ്ങനെ ആയിക്കൂടെ എന്നായി. അത് കഴിഞ്ഞ് പിന്നെ അത് ബുള്ളറ്റിനായി. അത് കഴിഞ്ഞ് അതിൽ ഒരുപാട് സൃഷ്ടികൾ കിട്ടി തുടങ്ങിയപ്പോൾ അത് ഈ സിനിമാ പരസ്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഒരു പിരമിഡ് ഫോമില്ലേ, ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പിരമിഡ് ഫോം, അത് നടുക്ക് 2 ക്ലാസ്സുകളുടെ ഇടയിൽ സ്ഥലത്ത് വയ്ക്കും. അപ്പൊ ഈ വശത്തും ഒട്ടിക്കും, അതിൽ പിൻ ചെയ്യും. അപ്പുറത്തെ വശത്ത്, അപ്പൊ ഒരു വശത്ത് ഇംഗ്ലീഷും ഒരു വശത്ത് ഈ മലയാളവും കൃതികൾ എല്ലാവരെയും കൊണ്ട് എഴുതിച്ച്, നല്ല കയ്യക്ഷരമുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് പകർത്തി അങ്ങനെ എഴുതും. നല്ല മിടുക്കരായിട്ടുള്ള നല്ല കയ്യക്ഷരമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മനം ചാക്കോ സാറിന്റെ മകള് ശോഭ ചെമ്മനം, പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഉഷാ സക്രിയാസ് മരിച്ചുപോയി. ഇപ്പോൾ ഒരു എഴുത്തുകാരിയും ഫിലിം ക്രിട്ടിക്കും ഒക്കെ ആയിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അത് നല്ല അത് ഈവൻ അധ്യാപകരും ഒക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിലെൻ്റെ പ്രധാന ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ മലയാളത്തിൽ ടെക്സ്റ്റിൽ പഠിക്കാനുള്ള പുസ്തകങ്ങൾ, കവിതകൾ, അത് ചങ്ങമ്പുഴയൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് കാരണം ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ഇത് ആക്സസിബിൾ അല്ലല്ലോ, അവർക്ക് അത് കിട്ടാൻ, അവർക്ക് വായിക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് ഇടുക. ഇംഗ്ലീഷിലുള്ള ചില സാധനങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇടുക. അത് അങ്ങനത്തെ ചെയ്യും. പിന്നെ എന്തും അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ഹിന്ദി അറിയുന്ന കുറെ ആൾക്കാർ ഹിന്ദിയും കൂടി തുടങ്ങണം എന്ന് പറഞ്ഞ ഹിന്ദിയുടെ അങ്ങനെ അതിന് ഇനിയിപ്പോൾ ഏത് വശം യൂസ് ചെയ്യും ഇതിൻ്റെ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വലിയ സംഭവം ഉണ്ടായത്. ഞാൻ ഈ സംഗതിയും കൊണ്ട് എന്നെ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് അച്ഛൻ ചെല്ലുമ്പോൾ വഴിയിൽ വെച്ച് ഇന്നത്തെ ഒരു നേതാവ് നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായ ആൾ. അന്ന് അദ്ദേഹം SFI ഒന്നും ആയിരുന്നു തോന്നുന്നു. എൻ്റെ അടുക്ക ചോദിച്ചു, നമുക്ക് നല്ല പരിചയമുള്ള ആളാണ്. എൻ്റെ ചോദിച്ചു, കുറേ നോട്ടീസ് ചോദിച്ചു, ഇതൊന്ന് സ്കൂളിലൊന്ന് ഒട്ടിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു സ്കൂളിൽ ഞാൻ നല്ല സയൻസ് ക്ലബ് പ്രസിഡൻ്റാണ്, അവിടെ മൊത്തത്തിൽ അതിനെന്താ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ അങ്ങനെ ഒട്ടിക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ അപ്പം ഞാൻ മനസ്സിൽ കണ്ടു എൻ്റെ സ്ഥലം ഉണ്ടല്ലോ, സ്പേസ്.
അപ്പം ഞാനത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഈ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ ഇയാള് അദ്ദേഹത്തിന് എത്രയോ നാളായിട്ട് ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്, എത്രയോ മാസങ്ങൾ. അദ്ദേഹത്തിനെ പുറത്തു വിടുക എന്നിട്ട് എസ് എഫിന്റെ ഒരു ആവശ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനപ്പോൾ ആ ഫോട്ടോ അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മലയാളത്തിൽ ഈ ചേട്ടൻ, നമ്മളെ പോലെയുള്ള ഒരു ചേട്ടൻ, ഈ ചേട്ടന് എത്രയോ നാളായിട്ട് എൻ്റെ വക അതിൻ്റെ ഒരു ഇൻട്രോയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ ഇത് ചെയ്യണം, നമ്മളെ പോലെ പഠിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അത് കണ്ട് കുറെ ആളുകൾ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആളുകൾ, അവർ വളരെ പയസായിട്ടുള്ള കുറെ ആളുകൾ, സ്കൂളിനകത്ത് ചാപ്പലൊക്കെ ഉണ്ട്, ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും എഴുതിയെത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് ആളുകൾ ഇത് അറിഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2-ാം ദിവസമായപ്പോൾ സ്കൂളിൽ പോലീസ് വന്നു. അത് എന്നിട്ട് ചോദിച്ചു എൻ്റെ അടുക്ക, ഈ ഫോട്ടോ കാണുന്ന ആളാണ് എൻ്റെ ആരാന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ പ്രിൻസിപ്പല് ടീച്ചേഴ്സ് അവിടെയുള്ളവരൊന്നും മലയാളം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഗോവയിൽ നിന്നൊക്കെ വന്ന സിസ്റ്റേഴ്സാണ്, ആംഗ്ലോ ഇന്ത്യൻസ്, അങ്ങനത്തെ ആളുകളാണ്. ഹിന്ദി, വേറെ ഇവൻ ഒരു ഹാഫ് ജർമ്മൻ ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു, അവിടെ അറിയാമല്ലോ കോൺവെന്റ് സ്കൂളിൽ ഒരു ആൺകുട്ടിയുടെ പടം നമ്മൾ വന്നാലുള്ള ആരാണ്, ഇപ്പം ഇനി കസൻ ആണെന്ന് ഒറ്റ പറയുമോ, ആരാണിത് എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ക്വസ്റ്റ്യൻ. പിന്നെ ആരാന്ന് അറിയില്ല, അദ്ദേഹം ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ജയിലിൽ കിടക്കുകയല്ലേ അതുകൊണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ഉണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട്. അതാരായിരുന്നു എന്നറിയാമോ? കോടിയേരി ബാലകൃഷ്ണൻ. മൊട്ടയടിച്ച് എൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ പ്രൊപ്പണൻ്റായിട്ട് എന്നെ അവർ അതിൽ മാറ്റി. പിന്നെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ പിന്നെ അവർ തന്നെ ഈ കോൺവെന്റ് സ്കൂളിനകത്ത് പോലീസ് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീകരമായ കാര്യമാണ്. അപ്പോൾ ഉടനെ അവർ ബിഷപ്പിനെയോ ആരെയൊക്കെയോ വിളിച്ച് സ്വാധീനിച്ച് അവരൊക്കെ വിളിച്ച് എന്നെ വൈകുന്നേരം വരെ അവിടെ കുറേ നേരം നിർത്തി, അതിനുള്ളിൽ തന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് വാസ്തവം പറഞ്ഞാൽ വലിയ പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയാണ്, ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് പക്ഷെ പിറ്റേ ദിവസം 2 ദിവസം എന്നെ സ്കൂളിന് ഇന്നെ ഇത്ര വലിയൊരു പരിങ്ങൽ സ്ഥിതിയിലാക്കിയതിന്, അതുവരെ ഞാനൊരു വലിയ ഹീറോയിനായിരുന്നു. ഒരു സ്കൂളിലെ എല്ലാ കാര്യത്തിലും അവിടെ ക്വിസ് മത്സരങ്ങളിൽ സമ്മാനം, സ്കൂളുകൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ വിഷു പതിപ്പിലെ ഒരു കഥ വന്നു. അതിന് അസംബ്ലിയിൽ ഒരു സീറ്റ്, ഇതൊക്കെ കിട്ടി മൊത്തം ഒരു നല്ല ഇതിലിരുന്നതാണ്. ഇതോടുകൂടി ഭയങ്കര മോശമായി എന്ന് മാത്രമല്ല, എന്നെ അവിടുത്തെ ഏറ്റവും വലിയ പണിഷ്മെൻ്റാണ് വെറുതെ മുട്ടുകുത്തിച്ച് നിർത്തുകയല്ല, വെയിലത്ത് അങ്ങനെ അകത്ത് ടാറിട്ട റോഡുകളുണ്ട്, ടാറിട്ട റോഡിൽ പുറത്തേക്ക് ഹോളി ഗേൾസ് കോൺവെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ പുറത്തുള്ള സ്ഥലത്ത് മുട്ടുകുത്തിച്ച് നിർത്തിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത്. അപ്പോൾ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര സിമ്പതിയായിരുന്നു. അവർ വാട്ടർ ബോട്ടിൽ വെള്ളമായിട്ട് അടുത്തുകൂടി പമ്മി വന്ന് എനിക്ക് വെള്ളം തരാൻ ശ്രമിക്കുക. ഞാനവിടെ നിന്നു. എനിക്ക് ഏറ്റവും വലിയ നാണക്കേട് അടുത്തൂടെയുള്ള സ്കൂളിൽ നിന്നൊക്കെയുള്ള സെന്റ് ജോസഫിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഒക്കെ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ അതുവരെ വേറെ സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് മോശമായിരുന്നു. അപ്പം അങ്ങനെ അതാണ്, ഇതൊക്കെയാണ് ഒരു ഫോർമേഷൻ. അത് കഴിഞ്ഞ് പിന്നെ വിമൻസ് കോളേജിൽ പഠിച്ചു, ഓൾ സയൻസിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പിന്നെ ഞാൻ ലിറ്ററേച്ചറിലേക്ക് തിരിഞ്ഞു. ലിറ്ററേച്ചറാണ് BA ലിറ്ററേച്ചർ, MA ലിറ്ററേച്ചർ. അപ്പോൾ ആ പോയ സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും നല്ല അധ്യാപകരെ കിട്ടി എന്നുള്ളതും. ഇപ്പോൾ ഹൃദയകുമാരി ടീച്ചർ എന്നെ കണ്ടു, ജി കുമാരുള്ള സാറ് അവിടെ ഉണ്ടായിരുന്നു, ഹെസ്റ്റർ എലഗ്വ എന്ന് പറഞ്ഞ അവർ പ്രിൻസിപ്പലായിരുന്നു, അവസാനത്തെ ജൂത വനിത പറഞ്ഞു, പേൾ മാഡം എന്നാണ് അവരെ വിളിക്കുന്ന പേര്, അവർ ആയിരുന്നു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജ് പോയപ്പോൾ നരേന്ദ്രപ്രസാദ് സാറ്, വിഷ്ണുനാരായണ നമ്പൂതിരി സാറ്, ഗോപകുമാർ സാറ്, ഇവരൊക്കെ വളരെ അവിടുത്തെ മൂത്ത സാറ്. ഞാൻ ഓൾഡ് ഇംഗ്ലീഷാണ് പ്രിഫർ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഘട്ടത്തിനിടയ്ക്ക് നമ്മളൊന്ന് അടങ്ങി. ഈ സംഭവത്തിന് ശേഷം ഈ ആക്റ്റീവ് അങ്ങനത്തെ സാധനത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ പുസ്തകം വായന. അപ്പം എനിക്ക് അപ്പോഴേക്കും ഈ ജേർണലിസ്റ്റിലേക്ക് വരിക എന്നുള്ളതിനേക്കാളും നമുക്ക് ഭാഷാപരമായ എന്തെങ്കിലും കാര്യം അല്ലാതെ നമ്മൾ ചെയ്യുന്നത്, അതായത് പഠിപ്പിക്കുക എന്നുള്ളതല്ല,
എന്തെങ്കിലും അപ്പൊ ആ കാലത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു അഡ്വർടൈസ്മെന്റ് അങ്ങനത്തെയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഫീൽഡ് ആവണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അതിനു വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ കോളേജിലായിരിക്കുന്ന സമയത്ത് പെൺകുട്ടിയാണല്ലോ, അപ്പൊ നമ്മുടെ മേല് കല്യാണം കഴിക്കാനുള്ള പ്രഷർ ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ അച്ഛനും ഒക്കെ പ്രോഗ്രസീവ് ആണെന്നാണല്ലോ വിചാരിക്കുന്നത്, അത് സങ്കല്പം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എനിക്ക് അപ്പൊ അച്ഛനും ആഗ്രഹമുണ്ട് എനിക്കിഷ്ടമുള്ള വഴിയെ പോകണം. പക്ഷെ ഈ ജേർണലിസം എന്നുള്ള കാര്യം ഞാൻ തന്നെ സ്വയം ആ സമയത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്ഥിതി. ആ സമയത്ത് സ്ത്രീകളെ ഇവിടെ ഒന്നും അടുപ്പിക്കുന്ന ഒരു പത്രവും, മനോരമയായാലും മാതൃഭൂമി ആയാലും കേരളബുദ്ധി ആയാലും ആരും അടുപ്പിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ, അത് മാത്രമല്ല ഇവിടുത്തെ ഒരു വേറൊരു കാര്യം എനിക്ക് അപ്പോഴേക്കും ഉറപ്പായി. കാരണം എന്തെങ്കിലും ആ സമയത്ത് മുത്തശ്ശിക്ക് വയലാർ അവാർഡ് കിട്ടി, മുത്തശ്ശിയുടെ ഒരു പ്രശസ്തിയുടെ ഒരു പരകോടിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ജോലി കിട്ടിയാലും ആളുകൾ പറയുന്നത് അതിന്റെ ഇതിൽ വരും എന്നുള്ളതല്ലേ പറയുള്ളൂ, അഥവാ കിട്ടിയാൽ തന്നെ. ഒന്നാമതേ ഇങ്ങനത്തെ വഴികളിലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഞാൻ സ്വയം തീരുമാനിച്ചു, ഞാൻ എന്ത് വന്നാലും കേരളത്തിന് പുറത്തേക്ക് പോയാല് വേറൊരു സ്ഥലത്തുനിന്ന് എന്നെയൊന്നും ഇവരെയൊന്നും ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പോയി ഞാൻ താഴെ നിന്ന് തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്താണ് ഈ ഒരു വിവാഹാലോചന എന്ന് പറയാൻ പറ്റില്ല, ഈ എൻ്റെ ഇപ്പൊ ഹസ്ബൻഡ് ശശി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൽക്കട്ടയിൽ ജനിച്ചു വളർന്നതാണ്. കൽക്കട്ടയിൽ അച്ഛനും അമ്മയും 40 വർഷമായിട്ട് അവിടെ കൽക്കട്ടയിൽ ജോലിയായിരുന്നു. അപ്പൊ അവിടെയായിരുന്നു, എഞ്ചിനീയറാണ്, MBA ആണ്. അന്ന് ഡൺലപ്പിൽ ജോലിയാണ് കാൽക്കട്ടയിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു, അല്ല അന്ന് പുള്ളി ജബൽപൂരിലായിരുന്നു ജോലി, എന്തായാലും കൽക്കട്ട ഒരു ബേസ് ആണ്. ഞാൻ വിചാരിച്ചു എനിക്ക് രക്ഷപ്പെടാൻ. ഞാൻ അപ്പം മനസ്സിൽ എൻ്റെ ആഗ്രഹം പഞ്ചാബിലേക്ക് പോകണമെന്നായിരുന്നു. കാരണം ആ കാലത്ത് നമ്മൾ അർജുൻ സിംഗ്, അമർ കഹാനി എന്നെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ്, ഭഗത് സിംഗ് അങ്ങനെ അവരെയൊക്കെ വായിച്ച്, സ്വാതന്ത്ര്യ സമര നേതാക്കളെയൊക്കെ വായിച്ചിട്ട് പഞ്ചാബിയെ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോകണം എന്നായിരുന്നു. പഞ്ചാബിയെ അല്ലെങ്കിൽ ബംഗാളിലേക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ബംഗാളിനും ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്തു. അങ്ങനെ അവിടെ അപ്പൊ MA പഠിച്ച് MA സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും വിവാഹം കഴിഞ്ഞു. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞ ഉടനെ അതിന്റെ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും മേടിച്ച കിട്ടുന്നതിനിടയ്ക്ക് അവിടെ പോയി റിസപ്ഷൻ സമയത്ത് അവിടെ വെച്ചൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്ന എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു, എനിക്ക് ഇങ്ങനെ അവിടുത്തെ പത്രങ്ങളിൽ കിട്ടാൻ ആർക്കെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ വളരെ അതുകൊണ്ട് ജേർണലിസ്റ്റിലേക്ക് എൻട്രി വളരെ പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരാള് പറഞ്ഞു സ്റ്റേറ്റ്സ്മാനിൽ ട്രൈ ചെയ്ത് നോക്കുമോ ഓപ്പർച്യൂണിറ്റി. ഞാനപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അറിയാലോ, അന്നത്തെ കാലത്ത് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബെഞ്ച് മാർക്കാണ് ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ആ കാലത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ആവശ്യമുണ്ട്, പക്ഷെ ഇവിടുത്തെ ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നതിനിടയ്ക്ക് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പല ജോലികൾക്കും ബാക്കിയുള്ളവർ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ബാങ്ക് ടെസ്റ്റുകൾ അങ്ങനത്തെ സാധനത്തിനൊക്കെ വേണ്ടി ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചു. അപ്പൊ കാരണം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഇങ്ങനത്തെ ഇംഗ്ലീഷ് ജേർണലിസ്റ്റിൽ മസ്റ്റാണ് അന്നത്തെ കാലത്ത്. ഭാഗ്യത്തിന് അതിൽ ടൈപ്പ് റൈറ്റിംഗിൽ എനിക്ക് നല്ല സ്പീഡും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അത്തരം കാര്യങ്ങളിൽ അത് ഞാൻ മനഃപൂർവ്വം അപ്പൊ ഞാൻ ആലോചിച്ചു, ഇങ്ങനത്തെ സാധനങ്ങളിൽ നമ്മളെ എൻട്രി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ ബാക്കി സാധാരണഗതിയിൽ ഇത്തരം ജോലികളിൽ എൻട്രി ഉള്ള ആളുകളെക്കാളും സ്കിൽഡ് ആയാലേ നമുക്ക് കയറി പോകാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ട സംഗതികൾ ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് പല ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതായത് വെറും 6 ലെവലിലെ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സിംഗിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ്, സബ്ജക്റ്റീവ് ടൈപ്പ്, അത് കഴിഞ്ഞ് ടൈപ്പിംഗ് ടെസ്റ്റ്, ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് കുത്തി വരച്ചിട്ട പോലെ എഴുതിയ, ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവാത്ത വിധത്തിൽ എഴുതിയ സാധനങ്ങൾ എഴുതി തന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് റീറൈറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സ്പീഡ്, അത് ടെസ്റ്റ്. ഇങ്ങനെ കുറേ ടെസ്റ്റുകൾ ഒരു സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ച് നടത്തി ഞാൻ ക്വാളിഫൈ ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പക്ഷെ മനസ്സിലായത് ഞാനിങ്ങനെ ഒരു മാഴ്സിലൊക്കെ ചെന്ന് വിട്ട പോലെ, കംപ്ലീറ്റ്ലി ഇവിടെ നമുക്ക് ആരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം വേറൊരു ലോകം. അവിടെ
സ്ത്രീകളുണ്ട്. പക്ഷെ ഈ ഡെസ്കും ഇംഗ്ലീഷ് ജേർണലിസത്തിൽ അവിടുത്തെ ജേർണലിസവും ഇവിടുത്തെ ജേർണലിസവും തമ്മിൽ വ്യത്യാസം. ഡെസ്കും ബ്യൂറോവും തമ്മിൽ വലിയ അകലമാണ്. അകലം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അടലല്ല, രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് അവരുടെ. എന്താ, അവർക്കും പുച്ഛം, അവർക്ക് ഇവരെയും പുച്ഛം, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഇതിൻ്റെ ഒരു തൃശങ്കൂലാണ് ജോലി കിട്ടിയത്. അതായത് ഈ റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ എഴുതുന്ന കോപ്പി ഡെസ്കിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ ഒന്ന് മെനയാക്കിയിട്ട് വേണം അവിടേക്ക് കൊടുക്കാൻ. കാരണം ഡെസ്കിലുള്ളവർ ഭയങ്കര ഇംഗ്ലീഷും അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഭയങ്കര നിഷ്കർഷ വയ്ക്കുന്നത്. ഇവരാണെങ്കിൽ നല്ല വാർത്ത കണ്ടുപിടിക്കാൻ നല്ല മിടുക്കരായിരിക്കും. അവർക്ക് നല്ല അതിൻ്റെ രാഷ്ട്രീയ ബോധം ഉണ്ടായിരിക്കും, സാമൂഹ്യ ബോധം ഉണ്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി കണ്ടുപിടിക്കാൻ ഉള്ളതായിരിക്കും. പക്ഷെ അവർക്ക് സ്റ്റോറി പ്ലേസ് ചെയ്യാൻ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ ചിലപ്പോൾ പ്ലേസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത പല ആളുകൾ തന്നെ. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ബ്യൂറോയിലെ മുഴുവൻ ആണുങ്ങളായിരുന്നു ആ സമയത്ത്. ഡെസ്കിൽ സ്ത്രീകളുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്യൂറോയിൽ ഉള്ളവർ ഭയങ്കര സിഗരറ്റ് സ്മോക്കിംഗ് അങ്ങനത്തെ കുറേ ആളുകൾ. പക്ഷെ അവർക്ക് പല ആളുകളും വളരെ എന്നെക്കാളും പ്രായം കൂടിയത്. അപ്പം അവർ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ ഒരു പെട്രണൈസിങ്, ഒരു ഇത്തിരി ഒരു വാത്സല്യത്തോടു കൂടി തന്നെ കണക്കാക്കി. അപ്പം അവർക്ക് എന്നെ കൊണ്ട് പ്രയോജനമുണ്ട്. കാരണം അവർ ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്നു, എന്നിട്ട് പോയ കാര്യം എന്താണെന്ന് എന്നെ മനസ്സിലാക്കിച്ചാൽ ഞാനത് കോപ്പിയാക്കി അവർക്ക് കൊടുക്കും. അവരുടെ പേരിൽ സ്റ്റോറി വരുന്നു. അപ്പം എന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അവിടെ അക്സെപ്റ്റഡ് ആയി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു നമ്മുടേതായ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഇത് റിപ്പയർ ചെയ്ത് എഡിറ്റിംഗ് ആണോ, അതുമല്ല. അങ്ങനെ ആ വിധത്തിൽ ഒരു എക്സ്പോഷർ ആയിരുന്നു. പക്ഷെ അതൊരു നല്ല എക്സ്പോഷർ ആയിരുന്നു. എന്താണ് ആകെ ചെയ്യുന്നത്, എന്നെ ഒന്നിനും വിടാനും നിർത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആളുകൾ ബംഗാളി സ്പീച്ചും അതൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കഷ്ടിച്ച് മനസ്സിലാവും എന്നല്ലാതെ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അത് പോരല്ലോ. നമുക്ക് നല്ല ഭാഷാജ്ഞാനോ അതിൻ്റെ ന്യൂആൻസസ് ഒക്കെ പിടികിട്ടണമല്ലോ. അപ്പം അതൊന്നും പറ്റാത്തതുകൊണ്ട് എന്നെ അതിന് വിടാനും നിർത്തിയില്ല. അപ്പം എന്നാലും അപ്പം ഞാൻ അവിടെ കുറേ ഈ ഫീച്ചർ പേജസിലേക്കുള്ള ചില സ്റ്റോറീസും ഒക്കെ ചെയ്ത്, അതായത് വഴിവക്കിൽ നിന്നിട്ട് ഇവിടെ ഒന്നും കാണാത്ത ദൃശ്യങ്ങൾ. എനിക്ക് കൗതുകം തോന്നിയത് ഈ പഴയ കേടുവന്ന ബാറ്ററിയുടെ മുകളിലിരുന്ന ആളുകൾ വേറെ ആളുകളുടെ തലമുടി വെട്ടിക്കൊടുക്കുക, ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കുക, 5 രൂപ ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വഴി കൂടെ നടന്ന് കോട്ട് സൂട്ടൊക്കെ ഇട്ട ആൾ വഴിയിലിരുന്ന് ഈ ബാറ്ററിയുടെ മുകളിലിരുന്ന് വല്ലവരുടെയും അങ്ങനത്തെ കളി ചെയ്യുന്ന ആളുകളോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിനെ പറ്റിയുള്ള സ്റ്റോറീസ്, അങ്ങനത്തെ സംഗതികൾ. പിന്നെ അല്ലെങ്കിൽ ഈ കുതിര സവാരിക്ക് അതിൽ കുതിര നടത്തുന്ന ആളോട് സംസാരിച്ച് അത്തരം. ആ കാലത്ത് നമ്മൾ പുസ്തകത്തിലേക്ക് ന്യൂ ജേർണലിസം എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത്. ഞാൻ അപ്പോൾ സ്വയം അതായിട്ട് ചെയ്തു. അപൂർവമായിട്ട് എനിക്ക് ജ്യോതി ബസുവിൻ്റെയൊക്കെ, അന്ന് ചീഫ് മിനിസ്റ്ററാണ്, ജ്യോതി ബസുവിൻ്റെയൊക്കെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാനൊക്കെ വിട്ടിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ജ്യോതി ബസു എത്രയോ കാലം ആയാലും പുള്ളി ഇംഗ്ലീഷിലേ പ്രസംഗിക്കൂ. പ്രസ് കോൺഫറൻസ് നടത്തിയാലും ഇംഗ്ലീഷിൽ ചെയ്യുള്ളൂ. അത് അവിടെയുള്ളവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നത്. അപ്പം ഇംഗ്ലീഷിലെ പ്രസംഗിക്കുള്ളൂ. അപ്പം അവിടെ ബംഗാളികൾക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഇദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല, സത്യമാണത്. പക്ഷെ അപ്പം അത് എനിക്ക് ഗുണമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം അതിന് എന്നെ അതിന്, അല്ലെങ്കിൽ സാധാരണ അതിൽ അവിടുത്തെ ഏറ്റവും ലാസ്റ്റ് റങ്ങിലുള്ള ഒരു കബ് റിപ്പോർട്ടറിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ റിപ്പോർട്ട് ചെയ്യാനൊന്നും വിടില്ല. അപ്പൊ സാധനങ്ങൾ അത് മാത്രമല്ല, എനിക്കൊരു വേറൊരു കാര്യം എനിക്ക് കണ്ടുപിടിച്ചു. എനിക്ക് അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ അത് മുഴുവൻ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി ഡെവലപ്പ് ചെയ്തു. ആ പ്രസംഗം മുഴുവൻ വെബാറ്റം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഞാൻ ഡെവലപ്പ് ചെയ്തു, ഇതൊക്കെ യൂസ് ചെയ്ത്. അപ്പൊ അത് അവർക്ക് വേണമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ മെറ്റീരിയൽ അവർക്ക് വേണമെങ്കിൽ റീഹാഷ് ചെയ്ത് വേണ്ട ആംഗിളിലാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എനിക്കറിയാം ഒന്നും യഥാർത്ഥ ജേർണലിസം അല്ല എന്നുള്ളത് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ആയി ഹസ്ബൻഡ്. അപ്പൊ ആ സമയത്ത് അതിനിടയ്ക്ക് ചെന്നൈയിലേക്ക് ഞാൻ വന്നപ്പോൾ അവരോട് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അവിടുന്ന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തോളൂ. പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിലുള്ള വാർത്തയ്ക്കൊന്നും അവിടെ വലിയ കാര്യമായ, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യാതൊരു റെലവൻസ്, അത്രയ്ക്ക് പ്രധാനപ്പെട്ട വല്ല
ഈ പ്രധാനമന്ത്രി കൊല്ലപ്പെടുക അങ്ങനെ വല്ലതൊക്കെ വല്ലതും അവിടെ വെച്ചിട്ടുണ്ടായാലും മാത്രമേ നമുക്ക് അതിൽ റെലവൻസ് ഉള്ളൂ. അപ്പം അത് കാരണം അത് ഫീസിൽ ഔട്ടായി. ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഏറെക്കുറെ ഒരു ജോലി തേണ്ടി നടക്കുന്ന ആളും എന്നാൽ ഒട്ടും വെറുതെ ഇരിക്കാതിരിക്കും. കാരണം കണ്ടിന്യൂസ്ലി ഞാൻ ഓരോരോ കോഴ്സുകൾക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു പരസ്പര ജേർണലിസമായിട്ട് ബന്ധമുള്ളതായിരിക്കണം എന്നില്ല, പക്ഷെ ഞാൻ അപ്പോൾ വിചാരിച്ചു എൻ്റെ ഒരു സ്വയം അപ്ഗ്രേഡ് ചെയ്യുക, അപ്സ്കിൽ ചെയ്യുക എന്നുള്ള ഒരു ന്യൂട്രീഷനെ പറ്റിയുള്ള ഒരു കോഴ്സിന് പോയി. ജർമ്മൻ മാക്സ് മുള്ളർ ഭവൻ്റെ ജർമ്മൻ ഭാഷയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായി. ഒരു ബാങ്ക് SBTയുടെ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, എനിക്ക് ബാങ്കിൽ പോകാൻ ഉദ്ദേശം ഉണ്ടായിട്ടില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസേഴ്സ് ടെസ്റ്റ് എഴുതി പാസ്സായി. അത് പാസ്സായി. എന്താന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് പലരും ജോലിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ജോലി ആയില്ല എന്നുള്ളൊരു ഫീലിംഗ് വരാതിരിക്കാൻ, ബാങ്കിൽ കിട്ടിയില്ല എന്നുള്ളത് വരാതിരിക്കാൻ ഞാൻ അതിനുള്ള ട്രെയിനിങ് കോഴ്സ് ട്രെയിൻഡ് ആയിട്ട് പരീക്ഷ എഴുതിയിട്ട് എനിക്കത് കിട്ടി. എന്നിട്ട് ഇന്റർവ്യൂ വരെ പോയിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പം അതിനെ നമുക്കൊരു സ്വയം ഞാൻ എന്നെ തന്നെ ഒരു പുതുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതിനിടയിൽ കൂടി, കാരണം അതൊക്കെ പഠിക്കാനുള്ള കാശും ഞാൻ സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിലൊക്കെ എഴുതുകയും ഒക്കേഷണലി ഇതുപോലെ. പക്ഷെ അങ്ങനെ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, അത്ര സ്റ്റഡി ഇൻകം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലത് കിട്ടിയാൽ വലിയ സംഗതികളാവും. എനിക്ക് അങ്ങനെ ആ ഘട്ടത്തിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ സ്പാൻ എന്നൊരു മാഗസിനിൽ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ പ്രവത, സോവിയറ്റ് യൂണിയന്റെ, അവരുടെ റഷ്യൻ, അതിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് കൊടുത്താൽ മതി. ഒരേ സമയം അങ്ങനെ ഇംഗ്ലീഷ് ലോകം ഈ ബൈപോളർ പൊളിറ്റിക്സിൽ ഇരിക്കുന്ന കാലത്ത് അമേരിക്കയിലേക്കും ഇവിടേക്കും എൻ്റെ കോപ്പീസ് പോയി ഒക്കെയുള്ള ഗുണങ്ങളുണ്ട്. ആ കാലത്ത് ഉണ്ടായ ഒരു സംഭവം, അത് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എൻ്റെ മിടുക്കല്ലെങ്കിലും ജേർണലിസവുമായിട്ട് ബന്ധമില്ലെങ്കിലും ചരിത്രപരമായിട്ട് ഒരു ചരിത്രം ഒരു ഇന്ത്യൻ ചരിത്രം നമ്മളെ വന്ന് തൊട്ടിട്ട് പോയ ഒരു നിമിഷം ഉണ്ടായി. അത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ താമസിക്കുന്നതിനടുത്തായിരുന്നു അന്ന് അടയാർ ഗേറ്റ് ഹോട്ടൽ. ഇപ്പം അത് പൊളിച്ചു കളയുകയാണ്, വേറൊരു പൊളിഞ്ഞ് മോളായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ആ അടയാർ ഗേറ്റ് ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ ഈ തൈര് ശാദം, പെപ്പർ ശാദം ഒക്കെ ഇങ്ങനെ ഒരു തേക്കിലയിൽ വെച്ച് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചീപ്പായിട്ടുള്ള ഭക്ഷണം കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദരിദ്രകാലമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അതിലേക്ക് കൂടി പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരു സായിപ്പ് അവിടെ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട്, അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ടിൻ ഡ്രം, ഗുണ്ടർ ഗ്രാസിൻ്റെ ടിൻ ഡ്രം എന്നൊരു സാധനം, അതിന് മുമ്പിലത്തെ തവണ ബർത്ത്ഡേ പ്രസൻ്റായിട്ട് അച്ഛൻ എനിക്ക് തന്നു. ഫ്ലാപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പടമുണ്ട്. ആ ഛായ ഉള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ നേരെ നടക്കും. നിന്നിട്ട് ചോദിച്ചിട്ട്, ഈ സാധനം വാങ്ങിക്കാൻ കിട്ടുന്നത് ഇസ് ഇറ്റ് ഹാട്ട്, എരിയോ, എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന സാധനം വാങ്ങിച്ചാൽ അത്ര എരിയില്ല, പെപ്പർ ചിലപ്പോൾ എരിവുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹമായിട്ടൊന്ന് പരിചയമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഹോട്ടലിൻ്റെ മുമ്പിലുള്ള സ്റ്റാളിലാണ്. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഗുന്തർ ഗ്രാസിൻ്റെ ഛായ എന്ന് പറഞ്ഞു. ഞാൻ സിമ്പിൾ, അത് അദ്ദേഹമായിരുന്നു. അപ്പം അദ്ദേഹം കുറെ കാലം ഇന്ത്യയിൽ വന്ന് ഇൻകോഗ്നിറ്റോ, ആളറിയാം, പ്രച്ഛന്നമായിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാലത്തായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ചൊരു അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വലിയ സ്റ്റോറി എന്ന് പറയാം. കാരണം മറ്റെവിടെയൊക്കെ ജോലി ചെയ്തിരുന്നെങ്കിലും ഇത്ര ഒരു വലിയൊരു മഹാനായ ഒരാൾ എൻ്റെ മടിയിലേക്ക് വന്ന് വീണിരുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് സ്റ്റോറി ചെയ്തിട്ട്, അപ്പം എനിക്ക് ഐ ഡോണ്ട് ഹാവ് ദ പേപ്പർ ടു സെൻഡ്. ഞാൻ എന്നിട്ട് അന്തം വിട്ട് ഉടനെ, അപ്പം ഈ വലിയ പത്രങ്ങളിലൊക്കെ ഈ സ്പാൻ പോലെയുള്ള സാധനങ്ങളിൽ ഇത് വരണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഫോട്ടോ പോരാ, ട്രാൻസ്പെറൻസി എന്നൊരു സാധനം വേണം, നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസ്പെറൻസി വേണം. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നാളെ ഞാൻ വരാം, എൻ്റെ ഒരാൾ വന്ന് ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തോട്ടെ. പുള്ളി സമ്മതിച്ചു, ഭാഗ്യത്തിനും. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളൊരു, അന്നത്തെ ഇതൊക്കെ ഒന്നും നമുക്ക് കോണ്ടാക്ട്സ് ഒന്നും ആയിട്ടില്ല, പ്രൊവിഷൻ കടയിൽ ചോദിച്ചു, എനിക്ക് നല്ല പടം എടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പയ്യൻ
അവിടെയുള്ള 10-17 വയസ്സേ ആയിട്ടുള്ളൂ, 18 വയസ്സായിട്ടില്ല. അയാൾ നന്നായിട്ട് ഇത് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു, ഹരി എന്ന് പറഞ്ഞുകൊണ്ടൊരു പയ്യൻ. ആ പയ്യൻ വന്ന് ഫോട്ടോ എടുത്തു തന്നു. എന്നിട്ട് ഈ ട്രാൻസ്പെറൻസി കൊടുത്തു. ഞാൻ ഈ സാധനം സ്പാനിന് അയച്ചു. എന്നിട്ട് അത് ഭംഗിയായിട്ട് ഞാനൊരു 1500 വേർഡ്സ് അയച്ചു. അത് 50 വേർഡ്സ് ആയിട്ട് 100 വേർക്കായിട്ട് അവർ കട്ട് ചെയ്തിട്ട് ഈ ഫോട്ടോ വലുതാക്കി ഈ സാധനം അടിച്ചു വന്നു. എന്നിട്ട് എനിക്ക് അന്നത്തെ കാലത്ത് വളരെ സുഭിക്ഷമായി കഴിയാനുള്ളതില്ല $50, ഭയങ്കര എമൗണ്ട് ആയിരുന്നു അത്, അയച്ചു തന്നു ആ സാധനത്തിന് വേണ്ടി. ഞാൻ ഈ ആളുകളെയൊക്കെ പേ ചെയ്ത്, ഈ ഫോട്ടോഗ്രാഫറുകളൊക്കെ പേ ചെയ്ത് ഞാൻ വളരെ ഹാപ്പി ആയത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിൽക്കാലത്ത് ഞാൻ കൊച്ചിയിൽ താമസിക്കുമ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീപെരുമ്പുതൂറിൽ അത് കേൾക്കുന്നു. അപ്പം നമ്മളത് ഫോളോ ചെയ്യുന്നു. വാർത്ത കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊല്ലപ്പെട്ട ഒരു ഫുട്ടേജ് വന്നല്ലോ ധനുവിൻ്റെ, അത് എടുത്തത്, അതിൽ മരിച്ചത് ഹരിബാബു, ഈ ഞാൻ അന്ന് വിളിച്ച ആ ഫോട്ടോഗ്രാഫർ പയ്യനില്ലേ, ആ പയ്യനായിരുന്നു അതിൽ. ഇപ്പം എൻ്റെ മിടുക്കൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ഒരു വലിയ അനുഭവം എനിക്കപ്പം നമ്മള് ചരിത്രം വന്ന് നമ്മളെ ഒന്ന് തൊട്ടിട്ട് ആ ഹരിബാബുവിന്റെ ഫുട്ടേജ് കാരണമാണല്ലോ അത് ഹോൾ ആ അസാസിനേഷന്റെ ഇത് മുഴുവൻ തെളിയാൻ കാരണം അതാണല്ലോ. അപ്പൊ ആ പ്രധാനപ്പെട്ട ആള് അന്ന് അയാൾ 18 വയസ്സാവുന്നതിന് മുമ്പുള്ള കാലത്ത് ഞാൻ പുള്ളിയുടെ ആദ്യത്തെ അസൈൻമെന്റ് കൊടുത്തത് ഞാനായിരുന്നു. അതൊരു നല്ല അതാണൊരു ദുഃഖകരമായ എന്നാൽ ചരിത്രപരമായ ഒരു ഓർമ്മ. ഈ ജേർണലിസത്തിന്റെ ഒരു കിടപ്പ് ലാൻഡ്സ്കേപ്പ് ഒക്കെ അപ്പോഴേക്കും നമുക്കൊരു ബോധ്യപ്പെട്ടു, എവിടെ നമുക്ക് എൻട്രി ഉണ്ട്, എവിടെ എൻട്രി ഇല്ല എന്നുള്ളത്. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട്, അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്യാൻ തുടങ്ങി, അതായത് മലയാളം മിസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ മറ്റു നാടുകളിലൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഈ മലയാളം പത്രം വളരെ ആഴ്ചകൾ കഴിഞ്ഞിട്ടൊക്കെ അവിടെ കാണുള്ളൂ. അപ്പോഴേക്കും വാർത്തയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടെ എന്താ നടക്കുന്നത് ഒന്നും നമ്മൾ ഇൻ ടച്ച് അല്ല. അത് നമുക്കെന്തോ വെള്ളം കിട്ടാനില്ലാത്ത പോലെയുള്ള ഒരു ഫീലിംഗ്. അത് ആളുകൾ, പത്രപ്രവർത്തകർക്കേ അത് മനസ്സിലാവുള്ളൂ. ഞാനിത് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, എന്ത് അറിഞ്ഞില്ലെങ്കിൽ എന്താ അത്ര വലിയ കുഴപ്പം എന്ന് ചോദിക്കും. പക്ഷെ നമുക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നു. അപ്പൊ നാട്ടിലേക്ക് വന്നു, ചെന്നൈയിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ വന്നു മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ തന്നെ അപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു പ്രിൻസിപ്പിൾ, നമ്മളൊരു സ്ഥലത്ത് നമ്മളെ വാതിൽ തുറക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചവിട്ടി തുറക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെക്കാളും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അപ്പൊ എനിക്ക് ഭാഷ കുറെ കാലമായിട്ട് മലയാളം രാഷ്ട്രീയവും പരിചയവും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് നേരെ വന്ന് പ്രസ് അക്കാഡമിയിൽ ജേർണലിസം കോഴ്സിന് ചേർന്നു. അപ്പൊ അവിടെ 2ാമത്തെ ബാച്ച് ഒന്നുമാണ്. അപ്പൊ എനിക്ക് അതിലെ ഡിഗ്രിയോ അതിൽ നിന്ന് കിട്ടുന്ന, അന്ന് അത് ഇതുമായിട്ടില്ല, ഒരു ആധികാരികമായിട്ടുള്ള ഒരു കോഴ്സും ആയിട്ടില്ല. പക്ഷെ അതിന്റെ ഡിഗ്രിയോ അതിന്റെ കടലാസായിരുന്നില്ല വേണ്ടി. അവിടെ പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ, ലീലാവതി ടീച്ചർ, സി രാധാകൃഷ്ണൻ, പിന്നെ പത്രപ്രവർത്തകരായിട്ടുള്ള സത്യവ്രതൻ സാർ, പല ആളുകളും, പ്രധാനപ്പെട്ട പല ആളുകളും പ്രസ് ലോസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ കാര്യത്തിൽ നല്ല ഗ്രൗണ്ടിങ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ വളരെ സീരിയസ് ആയിട്ട് കാരണം പഠിക്കാൻ പോകുമ്പോൾ അതിനു മുമ്പ് നമ്മൾ കോളേജിലൊക്കെ അങ്ങനെ ചെയ്യുന്ന പോലെയല്ല, പഠിക്കാൻ വേണ്ടി തന്നെ പോയത്. കാരണം ആ സംഗതികൾ മുഴുവൻ പഠിക്കുകയും പരമാവധി അസൈൻമെന്റ്സ് ചെയ്യണം എന്നുള്ള മട്ടിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, ആ സമയത്ത് നമ്മൾ പ്രസ് ജേണലും അവിടെ ലാബ് ജേണലും ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ആ കാലത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട അനുഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുള്ളതിനേക്കാളും, ശരിക്കുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിനേക്കാളും ഏറ്റവും വലിയ അനുഭവം ആ സമയത്താണ് ഉണ്ടായത്. ആ സമയത്ത് പ്രതിബിംബം എന്ന് വെച്ചാൽ നമ്മുടെ ജേണലിന്റെ പേര്, അതിലേക്ക് ഒരു നല്ല സാധനം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ മുൽക്രാജ് കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി. അദ്ദേഹം നല്ല പ്രായമായിട്ടുണ്ടെന്ന്,
ശരിക്കും 90 വയസ്സൊക്കെ ആയിട്ടാണ് മരിച്ചത്. എന്നാൽ 70-80 ഒക്കെ വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ അവിടെ പോയി അദ്ദേഹം എന്ത് ചെയ്താൽ സമ്മതിക്കില്ല ഇത് തരാനായിട്ട്, ഇൻ്റർവ്യൂ തരാനായിട്ട്. അപ്പം ഞാൻ അവിടെ കുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് കിട്ടിയിട്ടേ പോവുള്ളൂ. അപ്പം എന്തിനാണ് ചെയ്യുന്നത്? അപ്പം അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റിയും ഒക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അതിനെ പറ്റിയൊക്കെ, സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങൾ, എനിക്ക് വാസ്തവം പറഞ്ഞാൽ അതിനകത്ത് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാലും അദ്ദേഹം പറയുന്ന റാംബ്ലിംഗ് ഒക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും എനിക്കൊരു ഇൻ്റർവ്യൂവിന് സജ്ജനാക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ശരിക്കും പ്രൊഫഷണലായിട്ട് ഞാൻ ചെയ്ത ആദ്യത്തെ ഇൻ്റർവ്യൂ അതായിരുന്നു. അപ്പോൾ അദ്ദേഹം അവസാനം സമ്മതിച്ചു, ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഘട്ടത്തിലാണ് രൂപ് കൺവർ സതി രൂപ് കൺവർ എന്ന് പറഞ്ഞ ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടിയെ, ഭർത്താവ് മരിച്ച പെൺകുട്ടിയെ ആളുകളെല്ലാം കൂടി നിർബന്ധിച്ച് സതി അനുഷ്ഠിപ്പിച്ച സംഭവം. അപ്പം അദ്ദേഹം അതിൽ വളരെയധികം റാറ്റിൽഡായിട്ട് നിൽക്കുകയാണ്. അപ്പം അത് തന്നെ ഇങ്ങനെ ഒരു ഒബ്സഷനായിട്ട് അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വാസ്തവം പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണെങ്കിലും നമുക്ക് വേറൊരു സ്ഥലത്ത് നടന്നതായതുകൊണ്ട് നമുക്കതിങ്ങനെ അത്രയധികം നമ്മളെ അലട്ടുന്നില്ല. അപ്പം ഇതെല്ലാം, അപ്പം അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ഇത്രയും കാലമായിട്ടും, നിങ്ങൾ ഒരു സ്ത്രീ പത്രപ്രവർത്തനത്തിന് ഇറങ്ങിയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതണം എന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ തരാം, പക്ഷെ അതിനു മുമ്പ് എന്നോട് ഈ സതിയെ പറ്റി എൻ്റെ ജീവിതകാലം മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രതിജ്ഞ എടുക്കണം. അദ്ദേഹം വളരെ ഒരു ഡ്രമാറ്റിക്കായിട്ട് എന്നോട് ഇപ്പം പ്രതിജ്ഞ എടുക്കണം എന്ന് പറഞ്ഞു, എന്നാലേ ഇൻ്റർവ്യൂ തരുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അറിയാം ഈ സംഭവം കഴിഞ്ഞ വേറെ പല സംഭവങ്ങളും വരും. ഞാൻ പറഞ്ഞു, സ്ത്രീ പ്രശ്നങ്ങൾ ആരായാലും ഇങ്ങനെ അനീതി നടക്കുന്ന സംഗതികൾക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഞാൻ പ്രതിജ്ഞ എടുക്കാം. ഇപ്പോൾ പണ്ട് രാജാറാം മോഹൻ റോയ് നിർത്തിയ സതി ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിന്നല്ലേ, ഇനി നിങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന് ശേഷം ഇനി അത് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പം ഉണ്ടായാൽ അത് എഴുതാം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സമാധാനിപ്പിച്ച് ആ വിധത്തിലൊരു പ്രതിജ്ഞ എടുത്ത് അങ്ങനെ അത് ചെയ്തു. അത് എഴുതി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര വളരെ, എന്നിട്ട് ലാസ്റ്റ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡ് എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അഡ്രസ്സൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ എനിക്കതിലൊരു ഗിൽറ്റുണ്ട്. കാരണം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ഈ കാർഡുകളായിരുന്നു, ന്യൂ ഇയർ കാർഡുകൾ, ടു മൈ ഡോട്ടർ ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാർഡ് വരുമായിരുന്നു എണ്ണം വരെ. അപ്പം അത് ഞാൻ കണ്ടിട്ടുള്ള വെച്ച്, അതായത് നമ്മൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു വലിയ കാലഘട്ടത്തിൻ്റെ, അതും പാർട്ടീഷൻ്റെ കാലത്തെ അനുഭവങ്ങളും സ്വാതന്ത്ര്യ സമര കാലത്തിൻ്റെ അനുഭവങ്ങളും സാമൂഹിക മാറ്റങ്ങളുടെ കാലങ്ങളും ഒക്കെ എഴുത്തുകൊണ്ട് തരണം ചെയ്ത ഒരു ദീപശിഖ തന്നെയായിരുന്നു അത്. അങ്ങനെ ഒരാളെ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നമ്മളെ ഒരു മാർഗദീപമായിട്ടുള്ള ഒരാൾ അദ്ദേഹം തന്നെയാണ്. ഒരു ജേർണലിസ്റ്റും അല്ല. അദ്ദേഹം ജേർണലിസ്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊരു നിർവചനത്തിന്റെ പ്രശ്നമാണ്. കാരണം എന്താണ് ജേർണലിസം എന്നുള്ളതിനെ പറ്റി പറയുന്ന പോലെയാണ്. മുൽക്കരാജ് ആനന്ദ് തന്നെയായിരുന്നു എന്നെ ആ ഒരു എൻകൗണ്ടറാണ് നമ്മളെ ഷേപ്പ് ചെയ്തതെന്ന് പറയാം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണതിന് മുമ്പ് മനോരമയുടെ ടെസ്റ്റിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടുത്തെ പേഴ്സണൽ മാനേജർ രാജൻ മാത്യുവിൻ്റെ വളരെ പൊളൈറ്റായിട്ടുള്ള എഴുത്തു വന്നു, ഞങ്ങൾ വി ഡോണ്ട് എൻകറേജ് വിമൻ ടു റൈറ്റ് ടു ദ ടെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വനിതയുടെ ടെസ്റ്റ് ഇത് വന്നു, എന്നാൽ വനിതയെങ്കിൽ വനിത എന്നിട്ട് അതിന് അപ്ലൈ ചെയ്തു. അങ്ങനെ അതിൽ ചേർന്നു. അപ്പം ഞാനിത് ഈ കോഴ്സിൻ്റെ ഫൈനൽ എക്സാം എഴുതിയില്ല. പ്രസ് അക്കാഡമിയുടെയും ഞാൻ പറഞ്ഞില്ലേ 100 കണക്കിന് കോഴ്സുകൾ ചെയ്തു. അവസാനം സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കാതെ അടുത്ത ഇതിലേക്ക് മൂവ് ചെയ്തു, അങ്ങനെ ജോലിക്ക് ജോയിൻ ചെയ്തു. വനിതയിലെ കാലം ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നാമത് മനോരമയുടെ വളരെ അവരുടെ ട്രെയിനിങ് പ്രോസസ്സ്, അത് പ്രൊഫഷണൽ ട്രെയിനിങ് കുറച്ചുകൂടി
നല്ല ട്രെയിനിങ് കിട്ടി. പിന്നെ വനിതയിലായിരുന്നതുകൊണ്ട് എല്ലാവരും വിചാരിക്കും നമ്മൾ ഞാൻ ഒരു വിധത്തിൽ ഞാൻ നന്നായി എന്ന് വിചാരിക്കുന്നു. മനോരമയിൽ പത്രത്തിൽ കിട്ടാത്തത്, പത്രത്തിലേക്ക് അവർ സ്ത്രീകളെ അന്ന് എടുക്കാതിരുന്നത് കാരണം വനിത അതിൽ ഒരു ആ കാലത്ത് ഒന്നോ രണ്ടോ പേരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്ത്രീകൾ പറ്റുമോ എന്നൊക്കെ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഘട്ടത്തിൽ. എനിക്ക് മുമ്പേ 2-3 പേര് വന്നിട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയാണ്. ആ ഉള്ള സമയത്ത് മിനി ഉണ്ട്, മിനി രാമൻ എന്ന് പറഞ്ഞ, മിനി ചന്ദ്രൻ ആയിരുന്നു, മിനി KS രാമനെ പിന്നീട് കല്യാണം കഴിച്ചു. അങ്ങനെ 1-2 പേരുണ്ട് അവിടെ. പക്ഷെ അവര് പിന്നെ ഒരു സ്ത്രീകളെ പറ്റുമോ എന്നുള്ള സന്ദേഹമാണ് അതിലിരിക്കുകയാണ്. അപ്പൊ പക്ഷേ വനിതയായതുകൊണ്ട് മിസസ് KM മാത്യു അതിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നതുകൊണ്ട് അതിൽ മാത്തുക്കുട്ടിച്ചായൻ KM മാത്യു ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്തു ഈ വനിതയിൽ നടക്കുന്ന സംഭവങ്ങളുടെ മേലിൽ. എല്ലാ മാസവും മാസികയുടെ റിവ്യൂവും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ പുതിയതായിട്ട് ആളെ ജോയിൻ ചെയ്ത നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നതൊക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സിസ്റ്റം പൊതുവേ ഉണ്ട്. അതിന് പുറമെ KM മാത്യു പേഴ്സണലി നമ്മുടെ എഴുതുന്നതിനെ നോക്കിയിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് ഒരു ദിവസം, പിന്നെ ആദ്യത്തെ ഇഷ്യോ രണ്ടാമത്തെ ഇഷ്യൂയിലോ ഞാൻ ആദ്യമായിട്ട് എഴുതിയത് കുടിവെള്ളത്തിനെ പറ്റി എന്തായിരുന്നു തോന്നുന്നു, കുടിവെള്ളം കിട്ടാത്ത ഇഷ്യൂസിനെ പറ്റി. അപ്പൊ അവിടെ വിളിപ്പിച്ചു പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആ ആർട്ടിക്കിളിൽ ചില സ്ഥലത്ത് പ്രിന്റഡ് സാധനത്തിൽ ചില സ്ഥലത്ത് ചുമന്ന വട്ടം ഇട്ട് വെച്ചിരിക്കുന്നു. അതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലത്ത് അതിന് ഹേതു എന്നെന്തോ എഴുതിയിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം സരിത, വനിത വായിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായ ഒരു അച്ചാമ്മയാണ്. മനോരമ വീക്ക്ലി വായിക്കുന്നത് 4ാം ക്ലാസ് പാസ്സായ മത്തായിയാണ്. ഓരോന്നിനും അദ്ദേഹം ഒരു ടാർഗറ്റ് റീഡറെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പത്രപ്രവർത്തനത്തിൽ നിങ്ങൾ സാഹിത്യം എഴുതുന്ന പോലെയല്ല, ആ റീഡറാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ റീഡർക്ക് മനസ്സിലാവണം. അത് എഴുതുമ്പോൾ 10ാം ക്ലാസ് പാസ്സായ അച്ചമ്മയ്ക്ക് അത് മനസ്സിലാവുമോ എന്ന് ആലോചിക്കണം. അപ്പം എന്താ സംസ്കൃത പദങ്ങൾ വേണ്ട. അപ്പം ഏതോ ഒരു വാക്ക് എന്നതിന് ഹേതു എന്നുള്ളത് വേണ്ട. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു അത് സാർ അത് കാരണം എന്നാണ് ഇതിൻ്റെ കാരണം എന്ന് എഴുതിയിരുന്നത്. പക്ഷെ ഈ പേജ് ഇങ്ങനെ അന്നത്തെ കാലത്ത് നമ്മളിത് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുമ്പോൾ അത് തികയാതെ വന്നു. ഇങ്ങനെ അക്ഷരം അവസാനം അത് ഇത് ചെയ്തു. അപ്പം ആ വാക്കൊന്ന് റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ 2 അക്ഷരമുള്ള വാക്ക് കാരണം അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങനെ അല്ലാത്തത് വന്നാൽ അപ്പം അദ്ദേഹം അത് പോയിന്റ് ഔട്ട് ചെയ്യും. എല്ലാ മാസവും എനിക്ക് വനിതയിൽ ഉണ്ടായിരുന്ന ഏറ്റവും സന്തോഷകരമായ അനുഭവം എന്നല്ല, പ്രൊഫഷണലായിട്ട് ഉള്ള അനുഭവം. എല്ലാ മാസവും അന്ന് ആ കാലത്ത് മന്ത്ലി ആയിരുന്നു. പിന്നീട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് ഫോർട്ട് നൈറ്റ്ലി ആയി മാറി. അന്ന് ഇപ്പോൾ ഉള്ള വനിതയല്ല. അന്ന് ഈ സംഗതി ഇന്ത്യയിലെ ഏറ്റവും റീജിയണൽ ലാംഗ്വേജസിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് മാഗസിനാണ്, വിമൻസ് മാഗസിൻ ആണ് എല്ലാ കൊല്ലവും. ഈ വനിതയെ മുമ്പിൽ കാണിച്ചിട്ടാണ് വീക്കിനൊക്കെ പരസ്യം മേടിക്കുന്നത്. അതാണ് സ്ഥിതി എന്ന്. അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് അവർ വനിതയെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മന്ത്ലി മീറ്റിംഗ്, അതിൽ മനോരമയുടെ സീനിയർ എഡിറ്റേഴ്സ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് അതിനെ റിവ്യൂ ചെയ്യാനായിട്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളെ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിക്കും. അപ്പോൾ കഴിഞ്ഞ ഇഷ്യൂവിലെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് വായിക്കാം. അങ്ങനെ വായിക്കുമ്പോൾ വളരെ നമുക്ക് ഏറ്റവും എനിക്ക് ഇപ്പം അതിശയം തോന്നുന്നത്, ഇന്നത്തെ കാലത്ത് പലരും അത് മനസ്സിലാവുകയില്ല, KM മാത്യു ഏറ്റവും കടുത്ത വിമർശനം പോലും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ബാക്കിയുള്ള എൻ്റെ മുതിർന്ന പത്രപ്രവർത്തകർക്ക് അവിടെയുള്ളവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അത് കാരണം എന്താണെന്ന് വെച്ചാൽ പോയാൽ പോയി എനിക്ക് വേറെ കിട്ടും എന്നുള്ള, ജോലി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അപ്പം ചെയ്യുമ്പോൾ അന്ന് വനിതയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഏതറ്റം വരെ വിമർശനം അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനപ്പോൾ പറയും, ഇത് വനിത കയ്യിലെടുക്കുമ്പോൾ ആദ്യം തോന്നുന്നത് ഇതിനകത്ത് മുഴുവൻ
ഇത് ക്രിസ്ത്യാനികൾ, മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു മാസിക എന്നുള്ളൊരു തോന്നൽ അതിനുണ്ടാവുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പേജുകൾ നോക്കുമ്പോൾ എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനകത്ത് ഫോട്ടോസ് മോഡൽസ് ആയിട്ട് വരുന്ന ആളുകളുടെ പേരുകൾ. അപ്പൊ അത് ഒരുപക്ഷെ അത് മനഃപൂർവ്വമല്ല. കാരണം എന്ന് വെച്ചാൽ മോഡൽസ് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള കോട്ടയത്തുള്ള ആളുകൾ പെട്ടെന്ന് കിട്ടുന്ന അവരവർക്ക് അറിയുന്ന ആളുകളെ വിളിച്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് കോൺഷ്യസ്ലി അത് മാറ്റണം, കുറച്ചുകൂടി വിപുലമാക്കണം. ഇതൊക്കെ അപ്പൊ അവിടെ ബാക്കിയുള്ള ചില ആളുകളുടെ ചിലപ്പോൾ പ്രോബബ്ലി കമ്മ്യൂണൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അത് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ കാരണം അതൊക്കെ നോട്ട് ചെയ്യും. എന്നിട്ട് അതുപോലെ നമ്മൾ വളരെ ആ കാലത്തെ ഏറ്റവും, ഞാൻ അതിനെ ഒരു സുവർണകാലം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വളരെ നല്ല. ഞങ്ങളുടെ മോൻസി ജോസഫ് പിന്നീട് ഗൃഹലക്ഷ്മിയിലേക്ക് പോയി. മോൻസി പിന്നെ ഈ പറഞ്ഞ മിനി നമ്മളൊക്കെ തമ്മിൽ നല്ല ഒരു മനപ്പൊരുത്തം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ തീരുമാനിക്കും ഇവരെന്ത് ഇതിനകത്ത് സ്ത്രീകൾ പാചകവും ഇങ്ങനത്തെ ഫാഷൻ ഇത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് ചോദിച്ചു. കുറച്ചൊക്കെ ഒരു വിവരവും സാമൂഹ്യ മാറ്റമൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചില സാധനങ്ങൾ നമ്മൾ അടുത്ത ഇഷ്യൂവിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുമ്പോൾ മാത്തുക്കുട്ടിച്ചായൻ പറയും ഒരു കുഴപ്പമില്ല കൊച്ചെ, എന്ത് വേണമെങ്കിൽ കൊച്ചിനൊരു സർക്കുലേഷന്റെ ഗ്രാഫ് ഇങ്ങനെ കാണിക്കും, ഇത് താഴോട്ട് പോകാത്തിടത്തോളം കാലം എന്ത് പരീക്ഷണമാവാം. അതിൽ എനിക്കൊരു സന്തോഷമുള്ള ഒരു പരീക്ഷണം, ആ സമയത്ത് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടക്കുമായിരുന്നു. ആദ്യത്തെ കൂടുതൽ കുറേ സ്ത്രീകൾ ഒരുമിച്ച് വരുന്നു. അപ്പം ഞാൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ വനിത മാസികകളുടെ കവറിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര വേഷമൊക്കെ കെട്ടി ഉള്ള ആളുകൾ ഇങ്ങനെ ഇപ്പൊ വിഷുക്കണി കാണിക്കുമ്പോൾ നമ്മൾ വിഷുവിന് രാവിലെ എണീറ്റ പടിയാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴും പടങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വേഷത്തിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള. അതുപോലെ എന്തുകൊണ്ട് അല്ലാത്ത ആളുകളുടെ ഇപ്പൊ പടം ഇതിനകത്ത് ഇട്ടുകൂടാ ചോദിക്കും. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളുടെ കവറുള്ള പടം നിങ്ങൾ വാങ്ങിക്കുമോ എന്നോട് തിരിച്ചു പോയി. സ്പോർട്സ് സ്റ്റാർ വാങ്ങിക്കുന്നില്ല, സ്പോർട്സിൽ കളി കഴിഞ്ഞ് വന്ന് മുഖം നിറച്ച് അതിന്റെ വേർപ്പുമായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റാർ ഫ്രണ്ടിൽ ഓടി കിതച്ച് വന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ മേക്കപ്പും ഗ്ലാമറും ആണോ നമ്മൾ നോക്കുന്നത്? അതിനകത്ത് അത് ഭയങ്കരമായിട്ട് വിറ്റ് പോകുന്നില്ല സ്പോർട്സ് സ്റ്റാർ പോലത്തെ മാഗസിൻസ്. അത് പ്രത്യേകിച്ച് ഗ്ലേസ്ഡ് കവറൊക്കെ ആയ നല്ല കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഗ്ലാമറസ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ കവറിൽ ഇടൂ എന്നുള്ളത്, ഒരു അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സാധാരണ ആളുകളുടെയും കവർ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ വന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ട് യങ്ങസ്റ്റ് ആയിട്ടുള്ള ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ട് വരുന്ന ആളുടെ പടം നമുക്ക് കവറിൽ ഇട്ടുവിടാന്ന്. അപ്പൊ ഒരു നേരത്തെ എടുത്തു വെക്കണമല്ലോ, അന്ന് ഈ ട്രാൻസ്പെറൻസി ഒക്കെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പൊ യങ്ങസ്റ്റ് ജയിക്കാൻ സാധ്യതയുള്ള യങ്ങസ്റ്റ് ആയിട്ട് ഒരു 5-6 പേരുടെ ഫോട്ടോ എടുത്ത് ട്രാൻസ്പെറൻസി റെഡിയാക്കി വെച്ചു. അപ്പൊ ഇതുപോലെ ഇവര് ഗ്ലാമർ ഉള്ള ആളാവണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ എനിക്ക് കേൾക്കാം ചുറ്റും ആളുകളുടെ. അതിനകത്തെ തെളിഞ്ഞു വരുന്നത് ഇത് വരുന്നില്ലെങ്കിൽ കവർ. അപ്പൊ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അതിനകത്ത് ജയിച്ചതിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ ആ സമയത്ത് അത്രത്തോളം ഇവർ വിചാരിച്ചത്ര ഗ്ലാമർ ഇല്ലാത്തതായിരുന്നു. എന്നിട്ട് പക്ഷെ ഞാൻ വിചാരിച്ചതനുസരിച്ച് അതിന് സർക്കുലേഷൻ കുറയാന്നുള്ളതായിരുന്നു. കൂടിയൊന്നുമില്ല, പക്ഷെ കാര്യമായ ഇടിവൊന്നും ഉണ്ടായില്ല. എന്നാലും അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സാധ്യതയെക്കുറിച്ച് അവരാലോചിച്ചു എന്നുള്ളതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനും ഇനി ഞങ്ങൾ എഡിറ്റോറിയലിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ജേർണലിസത്തിൽ ചെയ്യാൻ പറ്റിയ ചെറിയ ചുവടുകൾ. കാരണം ഒരു പത്രത്തിലോ ഒക്കെ ചെയ്യുന്നതിനേക്കാളും അന്ന് 2 ആഴ്ച മേശപ്പുറത്ത് കിടക്കുന്ന ഒരു മാസിക, കുടുംബങ്ങളിൽ വളരെയധികം ആളുകൾ വായിക്കുന്ന, അതിന്റെ റീഡർഷിപ്പ് വനിത എന്നാണ് പേരെങ്കിലും നമ്മുടെ റീഡർഷിപ്പ് സ്റ്റഡി അനുസരിച്ചിട്ട് 40% മെയിൽ റീഡേഴ്സാണ്. അപ്പൊ ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നത് പത്രത്തിനുള്ളതിനേക്കാളും മാസികകളിൽ കൂടി വരുന്നതാണ്. അപ്പൊ അവരുടെ ബോധങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സാധനത്തിൽ ഒരു ചെറിയ പടവ് മുമ്പോട്ട് വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമായിട്ട് തോന്നുന്നു. അതുപോലെ പല കാര്യങ്ങളും ഞാനൊരു സമൂഹത്തിലെ സോഷ്യൽ ചേഞ്ചിന് കാരണക്കാരായ ചരിത്രത്തിലെ പല ആളുകളെ പറ്റിയും അവരുടെ കുടുംബത്തിന്റെ, കാരണം വനിതയായിട്ട് ബന്ധപ്പെടുത്തണമല്ലോ, പ്രധാനപ്പെട്ട വ്യക്തികൾ അവര് ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരായാലും
കമ്മ്യൂണിസ്റ്റുകാരായാലും കുടുംബത്തിന് വേണ്ടി അവര് ചെയ്ത ത്യാഗങ്ങൾ, വിപ്ലവകാരികളായിട്ട് ഒളിവിലുമൊക്കെ നടക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾ നേരിട്ട പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അവര് അതിനെ കുറിച്ചിട്ടൊരു സീരിയൽ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ് വിത്ത് ഇ എം എസിനെ 4 ദിവസം ഇ എം എസിനെ ഇവിടെ വീട്ടിൽ പോയി ഞാൻ ഒപ്പം താമസിച്ച് അദ്ദേഹം കാല് ഉയർത്തി കാലില് മരുന്നൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഹോൾ ഡേ അവിടെ ഉണ്ടെങ്കിലും കുറച്ചു നേരമൊക്കെ അദ്ദേഹം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റും. അങ്ങനെ 4 ദിവസം അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് അതായിരുന്നു ഒരു കവർ സ്റ്റോറി ആയിരുന്നു അന്ന്, ഇ എം എസിന്റെ ഫാമിലി സ്റ്റോറി. അത് കഴിഞ്ഞ് പിന്നെ പല ആളുകളുടെയും ഇത്തരം ശങ്കരാനാരായണൻ നമ്പി സാറിന്റെ വീട്ടിലെ ആളുകള്, മറ്റേ രാധമ്മ, സുഭദ്രമ്മ, അവരൊക്കെ ഒളിവിൽ കുഞ്ഞിനെയും കൊണ്ട് ജയിലിൽ കുഞ്ഞിനെയും കൊണ്ട് പോയ ആൾക്കാര്, പിന്നെ ഇവര് തോക്ക് ധരിച്ച പോലീസുകാരുടെ മുമ്പിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പ്രത്യക്ഷപ്പെട്ട സ്ത്രീകൾ, അവരൊന്നും ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവരെയൊക്കെ രേഖപ്പെടുത്തുന്ന വിധത്തിലൊരു വലിയൊരു സീരിയൽ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇവരുടെ ദേവകി വാര്യരുടെ ഫാമിലി, ദേവകി വാര്യരുടെ അച്ഛൻ അവര് നമ്പൂരി ഫാമിലിയിൽ നിന്ന് വന്ന ഒരു വാര്യരായ ഒരാളെ ഒരു കടമ്പ കടന്നു കഴിഞ്ഞ അടുത്തതിലായപ്പോ വേറൊരു ജാതി വരമ്പ് അടുത്ത അൻസു എടുത്തി ഷാജി കരുണിനെ വിവാഹം കഴിച്ചപ്പോ. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, അവരോട് ചോദിച്ച തലമുറകളിലൂടെ ഉണ്ടായ ആ സാമൂഹ്യ മാറ്റങ്ങൾ അതൊക്കെ എവിടെയെങ്കിലും ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ്. അപ്പൊ അതുപോലെ ഒരു ഇവിടെ ഫിഷർമെൻ കോസ്റ്റൽ ഏരിയയിൽ ഉള്ള ആൾക്കാര് പിന്നെ ഈ വനിത വായിക്കുന്ന ഒരു കാര്യം, സ്ഥിരം വിമർശനം ഞാൻ നേരിട്ടുകൊണ്ടിരുന്നത്, വനിത വായിക്കുന്നവര് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതിയ അപ്പർ ക്ലാസ് വിമൻ ആണല്ലോ വായിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ മേശപ്പുറത്ത് മത്സ്യം വരുന്നു, മത്സ്യവിഭവങ്ങൾ കഴിക്കുന്നു. ആ മത്സ്യം പിടിക്കുന്ന ആളുകളുടെ വീട്ടിൽ അവരുടെ ജീവിതം എങ്ങനെയാണ്, അവർ ആ മത്സ്യത്തിനെ എങ്ങനെയാണ്, അവരുടെ റെസിപ്പികൾ എന്താണ്, അവരുടെ വീട്ടിൽ എന്താണ് അവർ കഴിക്കുന്നത്, ആ മത്സ്യം എന്ത് വിധത്തിലാണ് അവരുടെ റെസിപ്പീസ് എന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് വെള്ളയി കടപ്പുറം തൊട്ട് ആലപ്പുഴ പുറക്കാട് പല സ്ഥലങ്ങളിലും ഫോട്ടോഗ്രാഫേഴ്സുമായിട്ട് പോയി നടന്ന് അന്നത്തെ കാലത്ത് ഈ ഓല കെട്ടിയ അവിടെയൊക്കെ പോയി നടന്ന് വെള്ളയി ഗവൺമെന്റ് സ്കൂളിൽ അന്ന് ക്ലാസ്സിൽ പിള്ളേര് നല്ല കടൽക്ഷോഭമുള്ള സമയത്ത് അവർ ക്ലാസ്സിൽ ഇരിക്കില്ല, അവര് ഓടി വന്ന് കടൽ തീരത്തേക്ക് ഓടും. എന്തിനാന്ന് വെച്ചാൽ ഈ മത്സ്യങ്ങള് ഇവര് പിടിച്ചോണ്ട് വരുന്ന ചാകര വരുമ്പോൾ വഴിയിൽ വീണ് കിടക്കുന്ന ചാകര, ആ മത്സ്യങ്ങൾ എടുത്തോണ്ട് പോയി വിറ്റ ഉണ്ടംപൊരി വാങ്ങിക്കാൻ പറ്റും പറഞ്ഞു. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കാതെ അതിന് പോകുന്നവര്, ആ വീടുകളിൽ താമസിക്കുന്ന പലരും വളരെ ഒട്ടും നമുക്ക് കണ്ടാലേ അറിയാം ഒരു ന്യൂട്രീഷനും ഇല്ലാതെ ജീവിക്കുന്നത്. കാരണം ഈ കടലിൽ നിന്ന് കൊണ്ടുവരുന്നത് രാവിലെ പാലെന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കുന്നില്ല, ഇവിടെ പാല് വാങ്ങിക്കുന്നില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര റെവലേഷൻ ആയിരുന്നു, പാല് വാങ്ങിക്കാതെ ആളുകളുണ്ട് എന്നുള്ളത്. പാല് വാങ്ങിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് ആള് കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവര് ചെറിയ നേർത്ത ചായ ഉണ്ടാക്കി വൈകുന്നേരം വരെ ആ ചായ കഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് 3 മണി 4 മണി സമയത്ത് ദൂരെന്ന് ഇത് കാണുന്ന സമയത്ത് ഇപ്പം ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ക്യാച്ച് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും, അത് അറിയ പോലും ഇല്ല. ദൂരെന്ന് വരുമ്പോ തിരിച്ച് കയ്യിൽ മത്സ്യം ഉണ്ടാവും എന്നുള്ള അസംഷനിൽ ചോറ് അരി വെക്കും. എന്നിട്ട് ഉപ്പും മുളകും അരച്ചു വെച്ച് തുടങ്ങും. ആ എത്തിയിട്ട് അത് വെച്ചിട്ട് ആ ഒരു ഊണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ആളുകളെ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ നമ്മൾ മത്സ്യം കഴിക്കുന്നു, അവർക്ക് ന്യൂട്രീഷൻ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷെ കാഴ്ചയിൽ പോലും അന്ന് ന്യൂട്രീഷൻ ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് 10-30 വർഷം മുമ്പുള്ള കാര്യമാണ്. ഞാൻ 42 വർഷമായി ഇതൊക്കെ സംഭവിച്ചു തുടങ്ങിയിട്ട് ഫീൽഡിലുണ്ടായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വനിത പോലെയുള്ളൊരു മാസികയില്, അതായത് പൊതു മനസ്സിനെ രൂപീകരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നു. അപ്പൊ അതിനിടയിൽ കൂടി ഇരിക്കുമ്പോഴും ഞാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസിലൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ഇതിലൊരു ബുദ്ധിമുട്ടോ എന്താന്ന് വെച്ചാൽ, ഗുണമോ ബുദ്ധിമുട്ടോ എന്ന് പറയാം, ഞാൻ എറണാകുളത്ത് നിന്ന് വെച്ച് കോട്ടയത്തേക്ക് പോയി വരികയാണ്.
അപ്പോൾ യാത്രയിൽ എനിക്ക് ഒരുപാട് യാത്രയുടെ സ്ഥിരം യാത്രക്കാര് ഒരുപാട് പേര് പരിചയക്കാരുണ്ട്. അപ്പം അവരിൽ നിന്ന് എനിക്ക് ധാരാളം സ്റ്റോറീസ് കിട്ടാനുള്ള ഇതുണ്ട്. പിന്നെ വനിതയുടെ ഒരു പ്രത്യേക, അതും ഞാൻ പറയാം, വനിതയുടെ ഒരു അന്നത്തെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, റിപ്പോർട്ടറോ എഡിറ്ററോ അല്ല, ഓരോ സബ് എഡിറ്ററും ഞങ്ങൾ 3 പേരും റൊട്ടേഷനിൽ ഒരാൾ ഡെസ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആളായിട്ടിരിക്കും. ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാവരും യാത്ര ചെയ്യണം. അപ്പം കോഴിക്കോട് തൊട്ട് ഒരു സാധാരണ സബ്ജക്റ്റ് പറഞ്ഞാൽ പോലും അതിന് തെക്ക് വടക്ക് പ്രാതിനിധ്യം വേണം. ഇപ്പോൾ ക്യാമ്പസിലെ ട്രെൻഡ്സ് എന്താണെന്നുള്ളത്, പുതിയ ക്യാമ്പസിലെ പുതിയ ട്രെൻഡ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നാൽ പോലും കോഴിക്കോട് ക്യാമ്പസ് വേണം, തിരുവനന്തപുരത്തെ ക്യാമ്പസ് വേണം, പിന്നെ കൊച്ചിയിലെ വേണം, അല്ലെങ്കിൽ പിന്നെ എന്ത് സബ്ജക്റ്റ് പറഞ്ഞാലും. അപ്പം അതിനുവേണ്ടി നമ്മൾ 2 ആഴ്ചയിലൊരിക്കൽ കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് സബ്ജക്റ്റ് എടുത്താലും, ഏത് സബ്ജക്റ്റ് എടുത്താലും. അപ്പോൾ സബ്ജക്റ്റ് പറഞ്ഞാലും. പിന്നെ മനോരമയുടെ ഒരു വലിയ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ലേഖകന്മാർ നമ്മളോട് സഹായിക്കും, ഓരോ സ്ഥലത്ത് ചെന്നാലും എവിടെ പോകാനും. അപ്പം അങ്ങനെ വളരെ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ചില മറ്റുള്ള പത്രങ്ങളിലെ ആളുകൾ, ഒരു പത്രത്തിലെ റിപ്പോർട്ടർ ഒരു ആയുസിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും ആ 8 വർഷത്തിനുള്ളിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ, കാരണം യാത്ര തന്നെ യാത്രയാണ്. ഇതിനിടയ്ക്ക് എനിക്കൊരു കുട്ടിയായി, ഞാൻ കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് യാത്ര ചെയ്യുമായിരുന്നു. എവിടെ പോയാൽ അങ്ങനെയും യാത്ര ചെയ്യുമായിരുന്നു, സ്കൂളിലേക്ക് ആവുന്നത് വരെ അങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. പക്ഷെ ട്രെയിനിലാണ് അധികവും, ട്രെയിനിനും അല്ലാതെ അങ്ങനെ പലതരത്തിലുള്ള ഗ്രാമാന്തരങ്ങളിലും പല സ്ഥലങ്ങളിലും യാത്ര അതാണ് എൻ്റെ ഒരു ബേസ് ലൈഫ് ആയി മാറിയത്. അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് ഒരു ഫീച്ചറിന്, ഒരു വർക്കിന്, അതായത് കുട്ടികളുടെ സേഫ്റ്റിയെ പറ്റി, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ട്രാവൽ സേഫ്റ്റി, അവരെ ബസ്സിൽ കയറ്റി വിടുമ്പോഴും അവരെ പണ്ട് ഈ ടാക്സികളിൽ ഇങ്ങനെ അടുക്കി നിറച്ച് വെച്ച് കൊണ്ടുപോവുക, ഓട്ടോറിക്ഷയിൽ പുറത്തേക്ക് ചാടിച്ച് കൊണ്ടുപോവുക, എല്ലാ തരത്തിലുമുള്ള സേഫ്റ്റി, ഇതിനെപ്പറ്റി ഒരു വലിയ ഫീച്ചർ ചെയ്തിരുന്നു. അത് ഇതിന് എനിക്ക് TJS ജോർജ് ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള JET-യുടെ ഒരു ഫെലോഷിപ്പ് കിട്ടി. അപ്പം അത് നാഷണൽ ഫെലോഷിപ്പാണ്. അത് അവെയിൽ ചെയ്യാനായിട്ട്, അത് ഭയങ്കര വലിയ, അത് വളരെ വലിയൊരു പ്രധാനപ്പെട്ട, അതായത് ഇന്ത്യയിലെ ഒരു ആൾക്കേ ഒരു വർഷമുള്ളൂ. അപ്പം അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം അത് അവെയിൽ ചെയ്യണമെങ്കിൽ JNUവിൽ 2 വർഷം MPhil ചെയ്യണം, അപ്ലൈഡ് എക്കണോമിക്സിൽ. ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് ഈ കാര്യത്തിന് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് അവർ എൻകറേജ് ചെയ്യും. അപ്പോൾ അപ്ലൈഡ് എക്കണോമിക്സിൽ MPhil ചെയ്താലാണ് ഇദ്ദേഹം അതിൻ്റെ കംപ്ലീറ്റ് പേയ്മെൻറ്റും ഒക്കെ ഈ JET ഫൗണ്ടേഷൻ മീറ്റ് ചെയ്യും. നമ്മുടെ ഇൻറ്റയർ എക്സ്പെൻസ് നമുക്കൊരു പ്രിവിലേജാണത്. മനോരമയെന്നത് ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല എന്ന് തീർച്ചയായിട്ടും. ഞാൻ എന്തായാലും അത് മാത്യു സാറിനെ പോയി കണ്ടു പറഞ്ഞു, അത് മാമൻ സാറിനെ പറഞ്ഞു. മാമൻ സാർ പറഞ്ഞു, വി തിങ്ക് ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ ദറ്റ്, നമ്മുടെ ഇവിടുത്തെ ഒരാൾക്ക് ഇത് കിട്ടിയെന്നുള്ളത്. അത് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ 2 വർഷം ലീവ് എടുത്ത് അത് ചെയ്തപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പോലെ ഇംഗ്ലീഷിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും എന്നെ അതിൻ്റെ സാങ്കേതിക പദങ്ങളൊക്കെ അറിയുന്ന ആളുകൾ. അതിൻ്റെ ആദ്യം 2-3 മാസം നല്ല പ്രയാസമായിരുന്നു. തോമസ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ തോമസ് ഐസക് ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അദ്ദേഹമാണ് അത് എങ്ങനെ ഗ്രാസ്പ് ചെയ്യണം, ഏതൊക്കെ പുസ്തകങ്ങൾ നോക്കിയാലാണ് നമുക്ക് അതിലേക്ക് എൻട്രി കിട്ടുക ഒക്കെ പഠിപ്പിച്ചത്. എന്തായാലും അതിനൊരു തീസിസും ചെയ്തു, എക്കണോമിക് ആന്ത്രപ്പോളജിയിൽ ഞാൻ തീസിസ് ചെയ്ത്. അപ്പം അത് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല ശരിക്കും പറഞ്ഞാൽ ഇതനുസരിച്ചിട്ട്. അപ്പം ഞാൻ TJS ജോർജിന് വീണ്ടും കത്തെഴുതി, ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് ആ MPhil എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് നിങ്ങൾക്ക് ഇത്രയും അത് കാണിച്ചു, അവരോടും ചോദിച്ചു. അപ്പം ഞാൻ അതിന് വർക്ക് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതും ചെയ്തു.
അത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്ന അത് തന്നെ അതാണ് ഈ കോസ്റ്റൽ ഫിഷർമാൻ അങ്ങനത്തെ ഒക്കെ ജോലികൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ അതിനുള്ള ഒരു ഇൻപുട്സ്, നമുക്ക് അതിനകത്തുള്ള ഒരു ഉൾക്കാഴ്ചകൾ തന്നത് അങ്ങനത്തെ അത്തരം കാര്യം കൂടുതൽ നല്ല സ്റ്റോറീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. കുറച്ച് നാളും കൂടി അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഫൈനാൻഷ്യൽ എക്സ്പ്രസ് ഇവിടെ ഓപ്പണിംഗ് വന്ന സമയത്ത് ഗോവിന്ദൻകുട്ടി സാറ് അതിന് ആളുകളെ കൂടുതൽ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. വാസ്തവം പറഞ്ഞാൽ വലിയൊരു സാമ്പത്തികമായിട്ട് വലിയൊരു ഹൈക്കൊന്നും ഉണ്ടായിട്ടല്ല. ഉള്ളി തിങ്സ് നമുക്കൊരു വേറെ ഇത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ 7 വർഷമായി നല്ല ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നെങ്കിലും അതിലൊരു വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു ലക്ഷ്മണരേഖ ഉണ്ട്. കാരണം എല്ലാം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പരിധി കൂടുതൽ നമുക്ക് അതിൽ സബ്ജക്ട്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ വന്നു. അപ്പൊ ഇത് വേറൊരു ഫീൽഡാണ്. മാത്രമല്ല എന്നെ സംബന്ധിച്ചോളം ജേർണലിസം എന്ന് പറഞ്ഞാൽ നമ്മള് പടിപടിയായി കയറുമൊന്നും അല്ല, അതായത് വെർട്ടിക്കൽ ഗ്രോത്ത് അല്ല ഞാൻ ആലോചിക്കുന്നത്. ഞാൻ നമുക്ക് പരമാവധി ആളുകളെ കാണുക, ഒരുപാട് അനുഭവം. ഞാനൊരു എക്സ്പീരിയൻസ് മാനിയാക്കാണ്. എത്രത്തോളം അനുഭവങ്ങൾ നമുക്ക് പലതരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഈ വനിതയിലുണ്ടായിരുന്ന സമയത്ത് അതും അതായത് സംഭവിച്ചു. നമ്മള് ആ കാലത്ത് മൂലംപള്ളിയിൽ ഒരു ദ്വീപ് ഒരു മൂലംപള്ളി അന്ന് ദ്വീപായിരുന്നു, ഇന്നിപ്പോ കണക്റ്റഡ് ആണ്, അന്ന് കണക്റ്റഡ് അല്ലായിരുന്നു. ആ സമയത്ത് ഒരു ഷാപ്പ് സമരം ആ ഷാപ്പ് നടത്തുന്ന അന്ന് പോളക്കുളം നാരായണൻ എന്ന് പറഞ്ഞ ഫേമസ് കേസ്, അന്ന് അദ്ദേഹം ആക്റ്റീവാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഷാപ്പാണ്. അപ്പൊ അവിടെ ഭയങ്കര ആ ഐലൻഡ് മുഴുവൻ എല്ലാവരും മദ്യപാനികള്, ലഹരിക്കടിമയായിട്ട് ചെറുപ്പക്കാരും മുഴുവൻ വഴിയില് തുണിയില്ലാതെ കിടക്കുന്നു. ഭയങ്കര പ്രശ്നം, സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നം. അപ്പൊ അവരെ പറ്റി ഒരു സ്റ്റോറി ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു കടത്തൊക്കെയാണ്, കടത്ത് തോണി, വയസ്സായ സ്ത്രീ, ഒരു കടത്തുകാരിയുടെ കൂടെ അപ്പുറത്ത് പോയി ചെയ്ത് സ്റ്റോറി. അവിടെ ഓടി നടന്ന് വീടുകൾ, ഒരു സൈക്കിള് മാത്രമേ അവിടെ ഉള്ളൂ സഞ്ചാരം. ആ ദ്വീപിനകത്ത് ചെറിയ ദ്വീപ്, അവിടെ പല വീടുകളിലും പോയി. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ആളുകൾ അവിടുത്തെ ചില സ്ത്രീകളുടെ 10ലൊക്കെ പഠിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ചെയ്യണ്ട. ഞാൻ അത് നടത്തുന്ന ആളുകളുടെ ഒരു വീടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ജേർണലിസത്തിൽ നമ്മളെ മറുപക്ഷം അതർ സൈഡ് വേണം എന്നാണല്ലോ, അപ്പൊ അതർ സൈഡ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു വേണ്ടാന്ന് പരമാവധി പറഞ്ഞു. എന്നാലും ഞാനത് ഇൻസിസ്റ്റ് ചെയ്തു. അങ്ങനെ അതിനകത്തേക്ക് പോയി. അപ്പൊ ഇവര് പറഞ്ഞു എൻ്റെ അടുക്ക്, കുട്ടികൾ പുറത്ത് നിന്നു സൈക്കിൾ നിൽക്കുന്ന. അവര് പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉറക്കമൊന്ന് ഷൗട്ട് ചെയ്താൽ ഞങ്ങൾ പുറത്തുണ്ട്. പിള്ളേരെന്ത് ചെയ്യാൻ എന്തായാലും. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ വലിയൊരു മതിൽക്കെട്ട്, ആ മതിൽക്കെട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള പോലെയുള്ള ഈ ഒരു ഷെഡിൽ നിറച്ചിങ്ങനെ കുപ്പികളും അങ്ങനത്തെ സാധനങ്ങളും. ഒരു സ്ത്രീയാണ് ഇവിടെ നടത്തുന്ന ഒരു സ്ത്രീ, ഭയങ്കര റൂഡായിട്ട്, വളരെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ഭയങ്കര ഇത് ചെയ്യുക. ഒരാള് കുപ്പി, അതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, കുപ്പി തല്ലി പൊട്ടിച്ചിട്ട് കുത്താൻ വരിക. ഞാൻ മാത്രം ആ വാതിലങ്ങ് പുറത്തെ വാതിലടച്ചു, വലിയ വാതിലടച്ചു അതിനകത്ത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇവരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരം. ആരുമില്ല, ഞാൻ തന്നെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും മരിക്കും എന്നുള്ള സിറ്റുവേഷനായി. കാരണം ആ വിധത്തിൽ അവര് കൊന്നിട്ടുമുണ്ട് ആളുകളെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചു ഞാൻ വനിതയെന്നാണ് വരുന്നത്, മലയാള മനോരമയുടെ ഇതാണ്. ഞാൻ അവിടുന്ന് ഒരു സ്ത്രീയെ ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് വിടുന്ന് വിചാരിച്ചു. പുറത്ത് മുഴുവൻ എൻ്റെ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് കൂവിയ അവിടുന്ന് ആളുകൾ വന്ന് നിങ്ങളെ കയ്യോടെ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ കൂടുതൽ വലിയ കുറ്റങ്ങൾക്ക് ഇതാവുന്നതിന് മുമ്പ് വിട്ടോളൂ നിന്ന് ഞാനൊന്ന് പറഞ്ഞു. എന്തോ ഒരു ഭാഗ്യത്തിന് അതോടുകൂടി തുറന്നു വന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ സ്റ്റോറിയിൽ എഴുതാൻ ആലോചിച്ചു. അതായത് പറഞ്ഞു, ഇതൊക്കെ നല്ല ടീമിന്റെ എഫേർട്ടാണ്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മോൻസി, മിനി ആയിരുന്നു അന്ന്. ഞങ്ങൾ ടേൺ വെച്ച് ഒരാള് ഡെസ്കിൽ ഹെഡായിട്ടിരിക്കും. മിനി ഞാൻ എൻ്റെ സ്റ്റോറി വായിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാര്യമൊക്കെ എഴുതി നമ്മളിത് എഴുതണോ എന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചാൽ ആ ഭാഗം എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പത്രത്തിന് വാർത്ത എന്നുള്ള നിലയിൽ അത് നല്ലതായിരിക്കും, മാസികയും ചിലവാകുമായിരിക്കും.
കാര്യത്തിനും നീതിക്കും നല്ലതായിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സ്ത്രീ ജേർണലിസത്തിനോട് നമ്മൾ ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. ഇത് ചെയ്തതോടെ മനോരമ വളരെ സൂക്ഷിച്ചാണ് നമ്മളെ ഒരു രണ്ട് സ്ത്രീകളെ ഇപ്പം അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഇത്ര വലിയ ഡേഞ്ചറിന് നമ്മൾ എക്സ്പോസ്ഡ് ആയി എന്ന് അറിഞ്ഞല്ലേ. അവർ വളരെ പ്രൊട്ടക്റ്റീവാണ്. ഈ സ്ത്രീകളെ വരണ്ടെന്ന് പറയുന്നത് അവരെ അതായത് നമ്മുടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് ആളുകളെ വിടണ്ടെന്ന് അവർ തീരുമാനിക്കും. അതുകൊണ്ട് ഈ വിഷയം നമ്മളത് റിവീൽ ചെയ്യാതിരിക്കുക നല്ലത്. ചില കാര്യങ്ങൾ അത് നമ്മൾ ജേർണലിസത്തിലെ വലിയൊരു സത്യം ഞാനപ്പം പിടിച്ചത്, നമ്മൾ ചെയ്യുമല്ലോ പല കാര്യങ്ങളും, പലതും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൂന്തുറക്കലാപം അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും നമ്മളത് റിപ്പോർട്ട് ചെയ്യാതിരിക്കും. കാരണം പൊതു നന്മയെ കരുതി റിപ്പോർട്ട് ചെയ്യാതിരിക്കും. അപ്പം ഈ ഭാഗങ്ങൾ ഞാൻ സംബന്ധിക്കുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളും നമ്മൾക്കൊരു ഹീറോയിനായി മാറാം. അത് പറയാതിരുന്നാൽ, ഇല്ലെങ്കിൽ ഇനി വരുന്ന സ്ത്രീകൾ, ഇനി എനിക്ക് പിന്നാലെ വരുന്ന വേറെ സ്ത്രീകളെ വരാതിരിക്കാൻ ആ വാതിലടക്കലാവും എന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞ ആ വിധത്തിലുള്ള എക്സ്പീരിയൻസ് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് പറ്റാവുന്ന വിധത്തിലുള്ള അപകടകരമായ എക്സ്പീരിയൻസസും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് വന്നു. അപ്പം അത് പൂർണ്ണമായും വേറൊരു തരമായിരുന്നു. കാരണം ഇത് അപ്പർ ക്രസ്റ്റ് സ്ത്രീകൾ മാത്രമാണെങ്കിൽ ഇതൊരു അദാനി അംബാനി കൈൻഡ് ഓഫ് ആൾക്കാരെ മാത്രമേ, കാരണം അന്നത്തെ ഇപ്പൊ പോരാ, അന്ന് 3 കോടി 1 കോടിക്ക് മേലെയുള്ള സ്റ്റോറി മാത്രം മതി. ഒരു സ്റ്റോറിക്കകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ 1 കോടിയിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ 1 കോടി പോരാ കേട്ടോ. അന്ന് ഞാനൊരു 20, 30, 25, 26 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. 26 വർഷം മുമ്പ് ഉള്ള സംഭവങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ലെവലിലുള്ള ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ ലെവലിലുള്ള ആളുകൾ അതും വേറൊരു തരം എക്സ്പീരിയൻസ്. അങ്ങനെ അതിലും ഞാൻ കൂടുതൽ ആഗ്രഹിച്ചത്, ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പ്രൊമോഷൻ തരുമോ? അവർക്കത് സന്തോഷം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എനിക്ക്, പക്ഷെ പരമാവധി യാത്രകൾക്കുള്ള, എനിക്ക് കൂടുതൽ ആളുകളെ കാണാനും കൂടുതൽ വ്യക്തികൾ, പലതരത്തിലുള്ള ഡൈവേഴ്സ് ആൾക്കാരെ കാണാനുള്ള അവസരങ്ങളും റിപ്പോർട്ട്. അങ്ങനെ ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോയി. ഞാൻ ടെക്നോളജി ബീറ്റ് ഉണ്ടായിരുന്നു കുറേ കാലം. ആ സമയത്ത് വേൾഡ് വൈഡ് ഉണ്ടായിരുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പം അത്തരം ആളുകളെ, തായ്ലാൻഡിൽ ക്രാബി എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് വെച്ചിട്ടുള്ളൊരു ഗ്യാതറിങ് അതിന് പോയി. അതുപോലെ ശ്രീലങ്കയിലെ പ്ലാന്റേഷൻ കമോഡിറ്റീസിൻ്റെ ബീറ്റായിരുന്നു നാഷണലി. എല്ലാ ഇന്ത്യയുടെ എക്സ്പോർട്ട് കമോഡിറ്റീസും നാഷണലി ചെയ്യുന്ന സ്റ്റോറീസാണ്. അപ്പം എൻ്റെ തട്ടകം ഇവിടുത്തെ സ്ത്രീ റീഡറിൽ നിന്നും ഒരു നാഷണൽ റീഡർഷിപ്പിലേക്ക് മാറി. ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകൾ, വനിതകളുടെ കാലത്ത് എനിക്ക് ഒരുപാട് പേര്, അന്ന് സരിതാ വർമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അറിയുമായിരുന്നു. പക്ഷെ ഇതിലെത്തിയ സമയത്ത് ആളുകൾ അറിയില്ലായിരിക്കും. പക്ഷെ എൻ്റെ ഒരു കിക്ക്, നമ്മളൊരു മീറ്റിങ്ങിന് ചെല്ലും, ബാംഗ്ലൂർ ഒരു മീറ്റിങ്ങിൻ്റെ അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ബോംബെയിൽ ഒരു മീറ്റിങ്ങിൻ്റെ അവിടെ ചെല്ലുമ്പോൾ, നോയൽ ടാറ്റ ഒരു ഫംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളെ അതിൽ പരിചയപ്പെടാൻ വരുമ്പോൾ ഞാൻ ഹലോ എം സരിതാ വർമ്മ എന്ന് പറയും. എം സരിതാ വർമ്മ, തിരുവനന്തപുരം FE ബ്യൂറോ ഇങ്ങോട്ട് ചോദിക്കുന്നു. ദാറ്റ് മേക്സ് യുവർ ഡേ. അതായത് നമ്മൾ എത്തേണ്ടടത്ത് ആ വായിക്കുന്ന അവരുടെ വശത്തേക്ക് നമ്മൾ എഴുതുന്ന സ്റ്റോറീസ് വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് അതിൻ്റെ ഒരു. അതിലും കേരളം നാഷണൽ മാപ്പിൽ ഫൈനാൻഷ്യൽ എക്സ്പ്രസിന്റെ ഒരു നാഷണൽ ഡെയിലിയാണ്, ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിന്റെ നാഷണൽ പേപ്പറാണ്, ബിസിനസ് ഡെയിലിയാണ്. അതിൽ കേരളം അതിൻ്റെ ഫൈനാൻഷ്യൽ മാപ്പിൽ താരതമ്യേന താഴെ കിടക്കുന്ന, ബിസിനസ് സംബന്ധിച്ച് നോക്കിയാൽ ആണ്. ടൂറിസം, ചില കാര്യങ്ങൾ, കമോഡിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അത്തരം സ്റ്റോറീസ് വരുമ്പോൾ മാത്രം നമ്മൾ ഫ്രണ്ട് പേജിലേക്ക് വരുന്നുള്ളൂ. നല്ല ഗുണമോ ദോഷമോ ഉണ്ട്. പക്ഷെ അതേസമയം ഇതുപോലെ ഞാൻ അതിൽ EFE എന്നുള്ള സാധനത്തിൽ കൂടി പുതിയ ടെക്നോളജിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ കേരളം മൊത്തം, ഇവിടെ ആളുകൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചിയിലൊരു എഡിഷൻ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു. കൊച്ചിയിൽ എഡിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ പോയി. ഞാൻ ഇത്രയും കാലം നിലനിന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ കേരളം മുഴുവൻ കേരള ബ്യൂറോ ചീഫ് തന്നെയായിരുന്നു അവസാനം. കേരളം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ
റിപ്പോർട്ട് ഇൻ ഡിഫാക്റ്റോ ആയിട്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ പല കാര്യങ്ങളിലും പിന്നെ നാഷണൽ ഫ്രെയിംവർക്ക്. പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ പത്രങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഡൽഹിയിലുള്ള പല പത്രങ്ങളിലും ആളുകൾ മുഴുവൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് കാണുന്ന ആളെ നാളെ കാണില്ല, 2 വർഷം. അപ്പം എൻ്റെ സമകാലീനരായ പല ആളുകളും എൻ്റെ കൂടെയുള്ളവരെല്ലാം പല മറ്റ് പത്രങ്ങളിലേക്ക് മാറിപ്പോയി. പത്രത്തിൽ ഇത്രയും കാലമായി നിലനിന്നിരുന്ന ഒരു ഘടകം ഞാൻ മാത്രമായി, സൗത്തിലുള്ള ഞാൻ മാത്രമായി. ഇപ്പം അവിടെ ചെറുപ്പക്കാരായ പുതിയൊരു ക്രോപ്പ് ഓഫ് ആൾക്കാർ വരുമ്പോൾ, ഇപ്പം ഈ ദിവാലി സമയത്തൊക്കെ ആളുകൾ കുറവായിരിക്കും. അപ്പം ആ സമയത്ത് അവർ രാത്രി ചിലപ്പോൾ നൈറ്റ് ഡെസ്ക് ചിലപ്പോൾ മാൻ ചെയ്യാൻ, പുതിയ സ്റ്റോറീസ് സബ് ചെയ്യാൻ പോലും ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ ഇമെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ സാധനം വന്നപ്പോൾ ഇവിടേക്ക് അയച്ചു തന്ന് ചെയ്യാന്നുള്ള സാഹചര്യമായി. പല സ്ഥലങ്ങളിലും നമുക്ക് പോവാൻ സാധിച്ചു, പല നാടുകളിലും പോവാൻ സാധിച്ചു. പല പ്രധാനപ്പെട്ട മീറ്റുകളിലും. പിന്നെ ബാങ്കിങ്, ഞങ്ങളുടെ പത്രത്തിൻ്റെ ബാങ്കിങ് സമ്മിറ്റ്, IT സമ്മിറ്റ് ബാംഗ്ലൂർ വെച്ച്, മറ്റേത് ബോംബെ വെച്ച് നടക്കുക. അപ്പം അതിലൊക്കെ സപ്ലിമെൻ്റ് ഉണ്ടാക്കുക. എനിക്ക് ഈ മാഗസിൻ ബാക്ക്ഗ്രൗണ്ട് മുമ്പുണ്ടായിരുന്നത്, മാഗസിൻ മേക്കിംഗ്, ഫീച്ചർ മേക്കിംഗ്, റൈറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് യൂസ്ഫുള്ളായി. അതപ്പോൾ ഈ ബാങ്കിങ്ങിനൊക്കെ സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഒക്കെ ചെയ്യേണ്ട സമയഘട്ടം വരുമ്പോൾ ചിലപ്പോൾ അതിനായിട്ട് സ്പെഷ്യൽ ഇതായിട്ട് ഞാൻ ബോംബെ പോയി 1-2 മാസമൊക്കെ താമസിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിലുള്ളൊരു എക്സ്പോഷർ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ എനിക്ക്, അതായത് ഈ ഡൽഹി പോയി നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകനായി ഡൽഹിയിലോ മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ, നമ്മൾ മലയാളത്തിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മലയാളമായിട്ട് കംപ്ലീറ്റ്ലി വിട്ടുപോകും. അപ്പോൾ എനിക്ക് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് സാധിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാലും എൻ്റെ ഫസ്റ്റ് പാഷൻ, അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ് എൻ്റെ ഒരു ഫസ്റ്റ് പാഷൻ. പക്ഷെ അത് ചെയ്യാൻ ഈ ഇത്രയും കാലത്ത് ജേർണലിസം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് വെച്ചാൽ അവർ സമ്മതിക്കില്ലായിരുന്നു. അതായത് നമ്മൾ പത്രത്തിൽ ഓൾഡോ ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കറേജ് ചെയ്യുമായിരുന്നു അത് എഴുതാനായിട്ട്. ഞാനിപ്പം പിന്നീട് നോക്കിയപ്പോൾ ബാക്കി പല ആളുകളും അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ അത്തരം ഒരു കാര്യങ്ങളും, അതായത് അവരുടെ പത്രവുമായിട്ട് ഉള്ളതല്ലാത്ത ഒരു ഇടപാടും പാടില്ല എന്നുള്ളത്. അപ്പം ഞാനൊരു 8-10 വർഷമായ മുമ്പേ ആണത് തിരിച്ചറിഞ്ഞത്. അപ്പം ഞാൻ ഇതൊക്കെ നേരത്തെ ചെയ്യാൻ നമ്മൾ ആ ഒരു കൗശലം ഉണ്ടായില്ല എന്ന് പറയുന്ന ഭാഗം അത് മാത്രമേ എനിക്കുള്ളൂ. അത് പിന്നെ എന്താന്ന് വെച്ചാൽ എൻ്റെ പേര് സരിത എന്ന് വരും, സരിത മോഹൻ മാത്രമേ ഉള്ളൂ. ഞാൻ സ്റ്റേറ്റ്സ്മാനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ആദ്യം ഈ പറഞ്ഞ പോലെ വളരെ പാടുപെട്ട കടമ്പയും കടന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ നമ്മുടെ എഡിറ്ററായിരുന്ന ആള്, അന്നത്തെ അവിടുത്തെ ആള്, ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റൻ്റ് ആണ്. ഈ ഇവിടുത്തെ എഡിറ്റേഴ്സ് പോലെയല്ല. ഇവിടെ നമ്മുടെ ക്യാമറയുടെ മുമ്പിലൊരു കസേര കിട്ടുന്ന സ്ഥലം. അവിടെ നമുക്ക് മുമ്പിൽ കസേരയില്ല, നമ്മൾ വളരെ ഒരു അകൽച്ചയാണ് എല്ലാം. അപ്പം നമ്മളോട് ആദ്യമായി ജോലിക്ക് വരുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞ ഈ സരിത വളരെ തീരെ ബൈലൈന് സരിത ഒന്നും പോരാ, ഒരു നല്ല ബൈലൈൻ വേണം. അപ്പം എനിക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എഴുതി തന്നു. നമ്മൾ ഈ ജോലി കഴിവ് കൊടുക്കുമ്പോൾ റെഫറൻസ്. അപ്പം എനിക്കിവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ബന്ധു ആണ്, ഫാറവേ ബന്ധുവാണ്. എന്ത് ബന്ധുവാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പം പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം റെഫറൻസ് പറയാം. അദ്ദേഹം അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്രേഡ് യൂണിയൻ വർക്കറായിരുന്നു. മെറ്റൽ ബോക്സ് എന്നുകൊണ്ടൊരു കമ്പനി ഉണ്ടായിരുന്നു അവിടെ. ആ കമ്പനിയിലെ ട്രേഡ് യൂണിയൻ വർക്കറായിരുന്നു. ഇവർക്കൊരു സോഴ്സാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം അറിഞ്ഞത് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന്. ഇങ്ങനത്തെ പേര് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർ സസ്പീഷ്യസ് ആവും. അതൊന്നും എന്നാ എനിക്കറിയില്ല. എന്തായാലും അപ്പം അദ്ദേഹത്തിൻ്റെ പേരല്ല റെഫറൻസ് വർമ്മ, സരിത വർമ്മ എന്നാക്കി ആക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്നും അറിയില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് എപ്പോഴും ഒരു പേര് കുറച്ച് ചെറുതായി പോയി എന്ന് എനിക്ക് ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ദിരാ പ്രിയദർശിനി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ പേരുകൾ പോലെ സരിത കഴിഞ്ഞു ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്തു തുടങ്ങാം, പക്ഷെ നിങ്ങൾ സ്റ്റോറി വരുമ്പോൾ കുറച്ചുകൂടി ഒരു പേര് മാറാം, സരിത പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു
ഒരു പ്രാസമൊക്കെ ഉണ്ട്, സരിത എന്നുള്ളതുമായിട്ടൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കയറി. അത് പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ അതങ്ങ് നമ്മുടെ പേര് ബൈലൈൻ അത് ഐഡന്റിഫൈ ആയി മാറി. കുറച്ച് നാൾ കഴിഞ്ഞ് വേണമെങ്കിൽ എനിക്കത് മാറാം. പക്ഷെ എനിക്കതിലൊരു പ്രത്യേകിച്ചൊരു അതിലൊരു കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു നമ്മളിട്ടതല്ല, ഒരു പേര് എന്നുള്ളതിനല്ലാതെ ആ ജോലി കിട്ടാൻ അത് ഉപകരിച്ചു എന്നുള്ളതിനപ്പുറം എനിക്ക് അതിനോട് ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്തേനെ, എന്നാൽ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ ജോലി കിട്ടാതെ സഹായകമാണെങ്കിൽ ശരി. അച്ഛനൊന്നും ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ പേരെടുത്ത് കളഞ്ഞു. പേരെടുത്ത് കളഞ്ഞില്ല, അവിടെ കിടക്കുന്നുണ്ട് എന്നും. അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ സമീപകാലമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതേ പേരുള്ള എൻ്റെ ഇല്ലെങ്കിലും ഇതേ പേരുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പേരുള്ള ഈ സരിത വർമ്മ എന്ന് തന്നെ പേരുള്ള എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ എന്താ പറയുക രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾക്ക് വിരുദ്ധമായ ആളുകൾ പല സ്ഥലങ്ങളിലും ഫേസ്ബുക്കിൽ അഭിപ്രായ പ്രകടനം, കലാകാരന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒന്നല്ല ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നമ്മള് ഞാൻ ഇനിയെങ്കിലും എൻ്റെ പേര് സ്വന്തം പേര് റിക്കവർ ചെയ്യണം. ഞാൻ സരിത അപ്പൊ അമ്മയുടെ പേര് ചേർക്കട്ടെ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ട 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 സ്വയം ഇങ്ങനെ അമ്മ ഒരു പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ അമ്മയുടെ പേരും കൂടി ചേർത്ത് ഇപ്പൊ സരിത മോഹനൻ പാമ എന്നുള്ള പേരിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എനിക്ക് എഴുതാനുള്ള സാധനങ്ങൾ അങ്ങനെ എഴുതി തുടങ്ങി. അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു ലാഗ്, അതായത് നമ്മൾ ഇത്രയും കാലം ചെയ്യാതിരുന്നത് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ തള്ളിയിരുന്നെങ്കിൽ ആ വാതിൽ തുറന്നേനെ, പക്ഷെ നമ്മൾ ആ തള്ളിയില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ട്. നേരത്തെ നേരത്തെ എഴുതേണ്ടതായിരുന്നു, പേര് നേരത്തെ അസേർട്ട് ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു. അത് മാത്രമേ 2 റിഗ്രറ്റ് ഉള്ളൂ. കവിതകൾ എഴുതി തുടങ്ങി, കഥ എഴുതി തുടങ്ങി. ആക്ച്വലി കഥകൾ എഴുതി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കവിതകൾ എഴുതി തുടങ്ങി. അപ്പൊ കഥാസമാഹാരത്തിന് ആവശ്യക്കാർ വന്നു. അതായത് പബ്ലിഷർ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കവിത സെല്ല് ചെയ്യില്ലല്ലോ, കവിതയ്ക്ക് ആൾക്കാർ സാധാരണ രീതിയിൽ കവിത മറ്റേ കഥ പോലെ സെല്ല് ചെയ്യില്ല. അപ്പൊ എനിക്കൊരു വാശി, കവിതാ സമാഹാരം ആദ്യം ഇറക്കിയിട്ടേ അതൊരു കംപ്ലീറ്റ് ആവാൻ കുറച്ച് എണ്ണം കുറച്ചുകൂടി ആയാൽ അത് ആവാനായിട്ട് വെയിറ്റ് ചെയ്യും. സാധനം ഉണ്ട്, റെഡിയാണ്. അപ്പോൾ പിന്നെ ഇയർ or 2 അത് പുസ്തകമായിട്ട് ഇറങ്ങും. പിന്നെ ലേഖനങ്ങൾ ധാരാളം, ഈ പ്രത്യേകിച്ച് ഈ പല ആളുകളുമായിട്ടും എനിക്ക് സാംസ്കാരിക പ്രത്യേകിച്ച് കുടുംബപരമായ ബന്ധം കാരണവും ജേർണലിസ്റ്റിക് ബന്ധം കാരണവും പല ആളുകളുമായിട്ടും എനിക്ക് വളരെ അവരുടെ ജീവിതകാലത്തിനെ പറ്റി അടുപ്പവും വ്യക്തിയും എഴുത്തും തമ്മിലുള്ള ബന്ധവും അതിനെപ്പറ്റി അങ്ങനെ ധാരാളം എഴുതിയിട്ടുണ്ട്. അത് ഒരുപാട് മെമ്മേഴ്സ് അനുഭവക്കുറിപ്പുകൾ പുസ്തകം വരാനുണ്ട്. അത് എഴുതിയതുണ്ട്, അതും പുസ്തകമാക്കാം. അപ്പൊ ഞാനത് ആ സാധനം ആ പുസ്തകം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം കവിത പുറത്തിറക്കിയിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു വാശികാരൻ. ഇത് ഇറക്കി മറ്റതൊക്കെ റെഡിയാണ്, ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്. ഞാൻ അതിന്റെ സെക്രട്ടറിയാണ്. അത് അച്ഛനാണത് തുടങ്ങിയത്. അത് അച്ഛനുള്ള കാലം മുഴുവൻ അച്ഛനാണ് സെക്രട്ടറി ആയിട്ടും അത് നടത്തിയതെന്ന്. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, മരിച്ചുപോയി ഇപ്പോൾ. അദ്ദേഹം പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിട്ട് തുടർന്നു. അപ്പോഴും നമ്മൾ സമഗ്ര സംഭാവനകൾക്ക് ഒരു അവാർഡും യുവ സാഹിത്യകാരിക്ക് ലളിതാംബിക അന്തർജന 2 അവാർഡുകൾ, പ്രധാനപ്പെട്ട പല ആളുകൾക്കും അവാർഡുകൾ കൊടുത്ത ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന പല എഴുത്തുകാരികളും ആദ്യം ലളിതാംബിക അന്തർജനം അവാർഡ് കിട്ടിയ ആൾക്കാരാണ്. അത് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വലിയച്ഛനും മരിച്ച് അച്ഛൻ്റെ അനിയനാണ് പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ്. ഒന്നാമത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ പ്രായം ചെന്ന എഴുത്തുകാർക്ക് നമ്മൾ അവാർഡ് കൊടുക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം അവർക്ക് അനേകം ഒരുപാട് മാലയിട്ട ആളുകൾക്ക് ഒരു മാല കൂടി എന്നുള്ള കാര്യമേ ഉള്ളൂ. മറ്റു ചെറുപ്പക്കാരികൾക്കും ഇപ്പൊ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇനി അതിന് പകരം ആ പൈസ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന പൈസ മലയാള ഭാഷയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന പാവപ്പെട്ട ഫാമിലിയിൽ ഇല്ലാത്ത ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് സ്കൂളുകളിൽ നിന്നും അങ്ങനെ 10 പേർക്ക്
അത് സ്കോളർഷിപ്പായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അതൊന്നും പബ്ലിഷ് ചെയ്യാറുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് മോശമല്ല. അതായത് അവരെ ഇങ്ങനെ ഇല്ലായ്മ കൊണ്ട് അവർക്ക് സപ്പോർട്ടിങ് പഠനത്തിനുള്ള പൈസ കൊടുക്കുന്നു. അപ്പം അതിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അവാർഡിന് പകരം സാഹിത്യത്തിൽ നിന്ന് വന്ന് സാഹിത്യത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷെ അത് ഭാഷയ്ക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷെ അത് വേറൊരു പ്രതലത്തിലേക്കാണ് അത് പോകുന്നത്. കുറച്ചുകൂടി വളരുന്ന ആളുകൾക്ക് ഭാഷയിൽ കൂടുതൽ വളർച്ച നേടുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അല്ല ഇനിയിപ്പം അല്ല ഇപ്പൊ ക്രിയേറ്റീവ് അല്ല, ഇപ്പൊ അല്ലാതെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഈ എക്കണോമിക്സിൽ എംഫിൽ ചെയ്യുകയൊക്കെ ചെയ്തത് കാരണം ഒരുപാട് പി എച്ച് ഡി തീസിന്റെ പുസ്തകമാകുമ്പോൾ ബുക്ക് എഡിറ്റിംഗ് ഇല്ലേ, ഇംഗ്ലീഷ് ബുക്ക് എക്കണോമിക്സിൽ എഴുതിയ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട്, കാരണം അതിന്റെ കോമ്പിറ്റൻസി ഉള്ള ഭാഷയിലും എക്കണോമിക്സിലും ഒരുപോലെ പരിചയമുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. അത്തരം വർക്ക് ധാരാളം വരുന്നുണ്ട്. അങ്ങനത്തെ വർക്ക് ഒരു വശത്തു കൂടി ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇങ്ങനെ എഡിറ്റിംഗ് അങ്ങനത്തെ സാധനങ്ങൾ വർക്കുകൾ നാഷണലി ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിന്ന് പലതിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങളിൽ ചില സ്പെസിഫിക് സിറ്റുവേഷൻസിൽ പല പത്രങ്ങളിൽ നിന്നും ഇൻവൈറ്റഡ് ആയിട്ട് എഴുതുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ തന്നെ പലതിലും, ബേഹൻ ബോക്സ്, പല ടൈംസ് ഓഫ് ഇന്ത്യയിലും ഒക്കെ ചിലതിലൊക്കെ കോളം പോലെ അങ്ങനെ എഴുതുന്നുണ്ട്. പിന്നെ അതല്ലാതെ എനിക്ക് പക്ഷെ പ്രധാന പാഷൻ ഇനി സർഗാത്മകമായ എഴുത്ത് മാത്രമേ ഇനി പ്രധാനമായിട്ടും മറ്റതിൽ നിന്ന് ടേപ്പർ ഓഫ് ചെയ്ത് ആവശ്യം വരുമ്പോൾ എന്ന ഘട്ടങ്ങളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ജേർണലിസത്തിന്റെ ഒരു മട്ടും ഇതുമൊക്കെ മാറി. കാരണം ഇപ്പൊ വരുന്നത് ഒരുതരം മറ്റത് ഒരു കുറച്ചുകൂടി അതായത് എനിക്ക് താല്പര്യം കുറച്ചുകൂടി ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ സ്ലോ ജേർണലിസം എന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ആലോചിച്ച് ലോങ് റീഡ് എന്ന് പറഞ്ഞ ന്യൂയോർക്ക് ടൈംസിലൊക്കെ വരുന്ന വലിയ വലിയ ആർട്ടിക്കിൾസ്, അതിന് വാങ്ങിക്കാൻ ക്ഷമയും മനസ്സും ഉള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അത്തരം ആൾക്കാരുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഉള്ള മാസ് മീഡിയ ജേർണലിസം എന്ന് പറഞ്ഞാൽ അന്നന്ന് രാവിലെ കാണുന്ന കാര്യങ്ങൾ വൈകുന്നേരത്തേക്ക് കത്തിത്തീരും. ഈ മത്താപ്പ് പോലെ, വിഷു പടക്കം പോലെ അന്നന്ന് രാവിലെ ചെയ്യുന്നു, വൈകുന്നേരത്തേക്ക് തീരുന്നു. അല്ലാതെ ഒരു കണ്ടിന്യൂഡ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒരു കാര്യത്തിനെ പറ്റി അതിന്റെ തുടക്കം മുതലുള്ള അങ്ങനത്തെ നമ്മളിപ്പോ സീരീസ് ആയിട്ട് അവരൊന്ന് ചെയ്യുന്നു, അതിന് അങ്ങനത്തെ കാര്യങ്ങളില്ല. എല്ലാം ഡെയിലി അപ്പപ്പോ അന്നന്നത്തെ ചോര ഒലിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. ഇത് വേറൊരു കൈൻഡ് ഓഫ് അതിൻ്റെ ടെക്നോളജി മാറിയതനുസരിച്ചും മാസ് മീഡിയയുടെ വ്യത്യാസം, പ്രിന്റ് മീഡിയയുടെ റിലവൻസ് കുറഞ്ഞു വരികയാണ്. അത് വായിക്കുന്ന ആളുകൾ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന അച്ചടി മാത്രമല്ല, പ്രിന്റ് മീഡിയ ഇപ്പോൾ നമ്മൾ ഈ ഫോമിൽ കാണുന്നുണ്ടല്ലോ, വായന നടക്കുന്നുണ്ട്. വായന ഈ ഫോമിൽ വേറെ ഫോമിലേക്ക് മാറും. ഒരു 30 വയസ്സിൽ താഴെയുള്ളവരാരും ഇപ്പൊ പത്രം വായിക്കുന്നില്ല. അവര് പത്രത്തിനെ ചിലപ്പോ പത്രം വായിക്കുന്നുണ്ടാവും, ഒരു ടാബിലോ ഡിജിറ്റൽ ഫോമിലോ വായിക്കുന്നുള്ളൂ. ആ വായന ഉണ്ടായിരിക്കും, ലോങ് റീഡ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ ഈ മാസ് മീഡിയ എന്നുള്ളതിന്റെ ഡൈനാമിക്സ് മാറി. മാസ് മീഡിയയുടെ അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അതിനെ ആദ്യമേ മത്സരത്തിലില്ല. മാസ് മീഡിയ എന്ന് മാറിയതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് വനിത മാസ് മീഡിയ തന്നെ മാസ് മീഡിയ അല്ല, എന്നാലും പോപ്പുലർ മീഡിയയാണ്. അതിൽ നിന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പോലെ ഒരു കുറച്ച് ലിമിറ്റഡ് ആൾക്കാർ മാത്രം വായിക്കുന്നതിലേക്ക് മാറിയത് തന്നെ എനിക്ക് കുറച്ചുകൂടി സ്പെസിഫിക് റീഡേഴ്സിനോടാണ് താല്പര്യം എന്നുള്ളതുകൊണ്ടാണ്. ഇനി സർഗാത്മകമായ എഴുത്തിലേക്കാണ് ഞാൻ തിരിയുന്നത്. കാരണം മറ്റത് ഞാൻ ഗാലറിയിൽ നിന്ന് കാണും, അത്രേ ഉള്ളൂ. ഭർത്താവ് കോയിക്കൽ ശശി വർമ്മ. അദ്ദേഹം കൽക്കട്ടയിലാണ് ജനിച്ചു വളർന്ന്. എഞ്ചിനീയറിംഗ് MBA ഒക്കെ കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ പല പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്ത് അവസാനം കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. ഒരു മകനേ ഉള്ളൂ, മനു. അയാള് ITC എന്ന് പറഞ്ഞ കമ്പനിയിൽ HR ജനറൽ മാനേജറാണ്. ഡോട്ടർ ഇൻ ലോയും ഈ ഫീൽഡിലാണ്. ഡോട്ടർ ഇൻ ലോ ബുക്ക് എഡിറ്ററാണ്, അതായത് പബ്ലിഷിംഗ് എഡിറ്ററാണ്. ഈ ബ്ലൂംസ്ബറി ഇവരുടെയൊക്കെ
പുസ്തകങ്ങൾ അവരുടെ മാനുസ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് ഇംഗ്ലീഷിൽ പുസ്തകങ്ങൾ വരുമ്പോൾ എഡിറ്റ് ചെയ്യാതെ പുറത്തിറങ്ങാറില്ല. മലയാളത്തിലെ പുസ്തകങ്ങൾ പോലെയല്ല, നല്ലോണം എഡിറ്റ് ചെയ്തിട്ട് വർക്കാണ് മകൾ. ആതിര ഡോട്ടറിൻ്റെ